പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തൻ സജിമോൻ പാസ്റ്റർ, പ്രിയപ്പെട്ട സിസ്റ്റർ, ഇവിടെ ആയിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠ അഭിഷിക്തന്മാർ, മനോഹരമായി ആരാധന ലീഡ് ചെയ്ത കർത്താവിൻ്റെ അഭിഷിക്തൻ, ശ്രേഷ്ഠ ദൈവജനം എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞാനൊരു തിരുവചന ഭാഗം വായിച്ച് എന്നെ പരിചയപ്പെടുത്തുവാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നു. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഒരാളൊന്ന് വായിച്ചു തന്നാൽ അനുഗ്രഹമായിരിക്കും. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. മതി. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് ദൈവസന്നിധാനത്തിൽ അടച്ച് ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് കർത്താവ് വചനത്തിൻ്റെ വാതിലുകളെ തുറന്നു തരുവാൻ, ദൈവാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ നടുവിൽ ഒരാത്മീക ശുശ്രൂഷയാണ് വെളിപ്പെട്ടു വരേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ നടുവിൽ വെളിപ്പെടണം. രോഗികൾ സൗഖ്യമാകണം. ചില ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണം. എല്ലാവരും ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച്, പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വായിക്കപ്പെട്ട തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ജനത്തോട് സംസാരിപ്പാൻ തക്കവണ്ണം കർത്താവ് ശക്തീകരിക്കണമേ. അതിൻ്റെ പരിജ്ഞാനത്തോടെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവശബ്ദത്തെ ആഴത്തിൽ തുറക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വെളിപ്പാടുകളെ ഞങ്ങൾക്ക് തരുവാൻ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ നടുവിൽ ഇടപെടും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. കർത്താവ് ദൈവത്തിൻ്റെ ജനത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അഭിഷിക്തൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഞാൻ നിങ്ങളുടെ നടുവിലായിരിക്കുന്നത് പന്തളത്താണ് ഞാൻ താമസിക്കുന്നത്. കർത്താവിൻ്റെ അഭിഷിക്തൻ സജിമോൻ പാസ്റ്ററുമായി ബന്ധപ്പെട്ട് ദീർഘവർഷം പരിചയം എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രികളിൽ പലപ്പോഴും പങ്കെടുക്കുകയും അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും ആത്മീകമായി മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ ഒത്തിരി പ്രചോദനം തന്ന ദൈവിക ദൂതുകളും പരിശുദ്ധാത്മാവും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ പന്തളത്ത് കുളനടയിൽ ഒരു ഓർഫനേജിൻ്റെ പ്രവർത്തനവുമായി കർത്താവിൻ്റെ വേല സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കർത്താവിൻ്റെ അഭിഷിക്തൻ നിരവധി തവണ അവിടെ കടന്നു വന്നു. കർത്താവിനെ ശക്തമായി ഉയർത്തുവാൻ കർത്താവ് സഹായിച്ചു. അന്ന് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി പ്രവചന ശബ്ദങ്ങൾ പിന്നത്തേതിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയായി ശക്തമായി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നു. അതിനുശേഷം പല പ്രാവശ്യം ഇവിടെ കടന്നു വന്നും ഇവിടെ നടക്കുന്ന ആത്മീക കൂട്ടായ്മകളിൽ പങ്കുചേരാനൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. എന്നാൽ ശുശ്രൂഷയിലേക്ക് പൂർണ്ണമായി ഇറങ്ങിയതിന് ശേഷം കർത്താവിൻ്റെ അഭിഷിക്തനെ മുഖാമുഖമായി കണ്ടിട്ടില്ല. അത് കർത്താവിൻ്റെ അഭിഷിക്തൻ എന്നോട് പറയുവാനിട വന്നു. അദ്ദേഹം ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ഒരിക്കൽ ഒരു ദൈവിക സന്ദേശം കൈമാറ്റം ചെയ്തപ്പോൾ ഞങ്ങൾ കുടനടയിൽ ഒരു വാടക പ്രവർത്തനവുമായി, വാടക കെട്ടിടത്തിൽ പ്രവർത്തനവുമായി നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ദൈവശബ്ദമാണ്, ഒരു പാടം കടന്ന് ഒരു വലിയ ബിൽഡിങ് നിങ്ങൾക്ക് വരുന്നത് ഞാൻ വെളിപ്പാടിൽ കാണുന്നു എന്ന് അദ്ദേഹം ഒരു ദൈവശബ്ദം ശുശ്രൂഷയ്ക്കകത്ത് പറഞ്ഞു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ അദ്ദേഹം അത് പറഞ്ഞ് 1 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ സ്ഥാപനത്തിനാവശ്യമായ അദ്ദേഹം പറഞ്ഞ ഇടത്ത് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ആ ബിൽഡിങ്ങിനെ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അത്ര ശ്രേഷ്ഠമായി, അത്ര മനോഹരമായി ദൈവസന്നിധിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനെയാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. കർത്താവ് ധാരാളമായി ഈ സഭയെ വർദ്ധിപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ എന്ന് ശക്തമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ജെയിൻ രവി. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഇതിൻ്റെ അകത്ത് പരിചയക്കാരായി സജിമോൻ പാസ്റ്ററുടെ ആൻറ്റിയും വേറൊരു ആൻറ്റിയും മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. തൊടുപുഴയിൽ വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത്
ഞാൻ ജനിച്ചു വളർന്നു. എൻ്റെ പിതാവും ഞങ്ങൾ കുടുംബമായി ഒരു രാഷ്ട്രീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും ദേശത്തിന് വേണ്ടി ഞങ്ങളുടെ ദേശത്ത് കുറച്ച് ഹിന്ദു ഫാമിലീസ് ഉള്ളത് കൊണ്ട് അവർക്ക് ആ ക്ഷേത്രത്തിൽ പോകാൻ ഒരു ക്ഷേത്രമില്ലാത്തത് കൊണ്ട് മറ്റൊരു സ്ഥലത്തിൽ നിന്നൊരു വിഗ്രഹത്തെ വാങ്ങിച്ചു കൊണ്ട് വന്ന് രാത്രിയിൽ വസ്തുവിൽ കുഴിച്ചിട്ടതിന് ശേഷം കൃഷി ചെയ്യാൻ പോയപ്പോൾ മണ്ണിൻ്റെ അടിയിൽ വിഗ്രഹമുണ്ടായിരുന്നു. ഇതൊരു പുരാതന ക്ഷേത്രം ഇരുന്ന സ്ഥലമാണെന്നും പറഞ്ഞൊരു ചരിത്രമൊക്കെ ഉണ്ടാക്കി ദേശത്തൊരു ക്ഷേത്രത്തെ നിർമ്മിച്ച് ആ ജനത്തിന് കൊടുത്ത ഒരു കുടുംബത്തിൻ്റെ അകത്തുനിന്നാണ് സത്യദൈവത്തെ സേവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് വലിയ ഭാഗ്യം നൽകി തന്നത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പിതാവ് ഒരു ഹൈന്ദവ ആഴത്തിലുള്ള ഭക്തനൊന്നും അല്ലായിരുന്നെങ്കിലും ദേശത്തിന് വേണ്ടി ഇത് ചെയ്തത് നിമിത്തം പിന്നത്തേതിൽ ഒത്തിരി ശാപത്തിൽ കൂടി ഒത്തിരി പ്രതിസന്ധിയിൽ കൂടി ജീവിതം തകർന്നു പോയി. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും സമാധാനം നഷ്ടപ്പെട്ട് ഏക്കർ കണക്കിന് വസ്തു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തുണ്ടായിട്ടും ഒരു നേരത്തെ ആഹാരം സമാധാനമായി കഴിക്കാൻ കഴിയാതെയും സ്വസ്ഥത നഷ്ടപ്പെട്ടും ഈ ലോകത്തിൻ്റെ മോഹത്തിലേക്ക് ഇറങ്ങിപ്പോയി എല്ലാ ദുശീലത്തിനും അടിമപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. പുതിയതായി കുറേ പേരുള്ളത് കൊണ്ടാണ് ഞാൻ സാക്ഷ്യം ഒന്ന് സൂചിപ്പിച്ചത്. അങ്ങനെ തകർന്നു പോയ അനുഭവത്തിൻ്റെ അകത്തുനിന്ന് എന്നെ വിടുവിച്ചത് യേശു കർത്താവാണ്. ഇന്ന് പകൽ അതുകൊണ്ട് എനിക്ക് ഉറപ്പോടെ ദൈവത്തിൻ്റെ ദാസന്മാരോടും ദൈവത്തിൻ്റെ ജനത്തോടും ഇന്ന് ഈ മീറ്റിങ്ങിന് പങ്കെടുക്കുന്ന ഓരോരുത്തരോടും പറയാൻ പറ്റും, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം യേശു ക്രിസ്തു മാത്രമാണ്. ആ ക്രിസ്തുവിൽ വന്നാൽ അവൻ്റെ മുഖത്ത് നോക്കിയാൽ ലജ്ജിച്ചു പോകാൻ അനുവദിക്കാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരും. എൻ്റെ ഭവനത്തിൽ നിന്ന് സഹോദരവർഗങ്ങളോ അപ്പനോ അമ്മയോ ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. എന്നാൽ അവരുടെ നടുവിൽ ഈ ജീവനുള്ള യേശുവിൻ്റെ നാമവുമായി കർത്താവിനെ ഉയർത്തുവാൻ തരുന്ന പദവികൾക്കും കർത്താവ് നിർത്തുന്ന വഴികൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നയോളം ദൈവത്തിൻ്റെ ആത്മാവ് വഴി നടത്തി. കർത്താവിൻ്റെ അഭിഷിക്തൻ ജോയൽ പാസ്റ്റർ നമ്മളോട് പറഞ്ഞു, കഴിഞ്ഞ ഒരു വർഷം കർത്താവ് നമ്മളെ സെറ്റമായി നടത്തി. ഈ ഒരു വർഷം കൂടി വിട്ട് പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് അത്ഭുതമല്ലാതെ ഇന്ന് വരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ആത്മാവിൽ ദൈവജനത്തോട് പറയുന്നു, ഈ കർത്താവ് ഈ പുതുവർഷത്തിലും നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളെ ചെയ്ത് നമ്മളെ വിടുവിക്കുവാൻ ശക്തരാണെന്ന് ഉറച്ചെല്ലാ ബഹുമാനവും എല്ലാ സ്തോത്രവും ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഞാൻ സുവിശേഷ സന്ദേശം കേട്ടത് പന്തളത്ത് വന്നിട്ട് ഏകദേശം 21 വർഷം മുമ്പ് ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് എറണാകുളത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അച്ഛൻ്റെ സഹോദരി യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അദ്ദേഹത്തെ വിവാഹം കഴിച്ചു വിട്ടത് മാവേലിക്കര. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെറുപ്രായത്തിൽ സുവിശേഷത്തിൻ്റെ സന്ദേശം കേട്ടെങ്കിലും ആ സന്ദേശത്തിനൊത്തവണ്ണം ജീവിക്കാനോ ഇറങ്ങിത്തിരിക്കാനോ തയ്യാറാകാത്തത് കൊണ്ട് പിന്നത്തേതിൽ ഒത്തിരി ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നു വന്നു. പുറത്തൊരു രാജ്യത്ത് ബിസിനസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവിതം തകർന്നു. എല്ലാവിധത്തിലും നഷ്ടങ്ങൾക്കകത്തിൽ കൂടി കടന്നു പോയപ്പോൾ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ഒരു കർത്താവിൻ്റെ അഭിഷിക്തൻ അദ്ദേഹത്തെ കണ്ടു പറഞ്ഞു, നിനക്ക് ഇനിയും വിടുതൽ പ്രാപിക്കാൻ കഴിയും, യേശുവിനെ സ്വീകരിക്കുക. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, ആ ദൈവശബ്ദം കേട്ട് തൻ്റെ ഇന്ത്യയിലുള്ള ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ച് തൻ്റെ നാട്ടിലുള്ള എല്ലാ നന്മകളും എടുത്ത് ഒരു ഓർഫനേജിൻ്റെ പ്രവർത്തനം പന്തളത്ത് ആരംഭിച്ചു. കുടുംബം നഷ്ടപ്പെട്ടു, തലമുറ നഷ്ടപ്പെട്ടു, കടബാധ്യതകൾ കടന്നു വന്നു, കേസുകൾ കടന്നു വന്നു. ആ സ്ഥാപനം ഞങ്ങളിപ്പോൾ ഒരുമിച്ച് നടത്തുന്നു. അവിടെയാണ് കർത്താവിൻ്റെ അഭിഷിക്തൻ സജിമോൻ പാസ്റ്റർ പലപ്പോഴും വന്നിട്ടുള്ളത്. ദൈവത്തിന് പ്രിയപ്പെട്ടവർ, ഇദ്ദേഹം ഈ പ്രവർത്തനം തുടങ്ങിയത് കൊണ്ട്, പെന്തക്കോസ്റ്റിൽ ആരാധിക്കാൻ പോയത് കൊണ്ട് ഇദ്ദേഹത്തിന് പറ്റിയ തെറ്റിനെ തിരുത്താൻ 20 വർഷം മുമ്പ് പന്തളത്ത് വന്നതാണ് ഞാൻ. കൃപയാൽ എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, എന്തിനെ തിരുത്താൻ വന്നോ അത് മാത്രമാണ് സത്യമെന്ന് പറയാൻ, ആ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ് വിടുതൽ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ ഒരു ശുശ്രൂഷകനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ തീർത്തു. അപ്പോൾ എന്നോട് സുവിശേഷം അറിയിച്ചത് ഈ ലോകത്തിൻ്റെ ഉന്നതന്മാരോ പണ്ഡിതന്മാരോ ഒന്നുമല്ല. എന്നോട് ആദ്യമേ സുവിശേഷം അറിയിച്ചത് ഈ സ്ഥാപനത്തിൽ കടന്നു വന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച അനാഥരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ. അവരെന്നോട് പറഞ്ഞ സുവിശേഷ സന്ദേശം
സമാധാനം തരുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അവരുടെ മുഖത്ത് നോക്കിയപ്പോൾ, അവരുടെ ജീവിതത്തെ ശരിക്കും ഒന്ന് വീക്ഷിച്ചു നോക്കിയപ്പോൾ, ഒരു വിധത്തിലും സമാധാനം പ്രാപിക്കാൻ ഈ ലോകത്തിൽ ഒരു സാധ്യതയുമില്ലാതെ കിടക്കുന്ന കുഞ്ഞുങ്ങൾ. ഒന്നെങ്കിൽ അപ്പനില്ല, അല്ലെങ്കിൽ അമ്മയില്ല, അല്ലെങ്കിൽ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടത്, ലോകത്തിന് വേണ്ടാത്തത്, സമൂഹത്തിന് താങ്ങാൻ കഴിയാത്തത്, എല്ലാവിധത്തിലും തിരസ്കരിക്കപ്പെട്ടത്, ഉൾമുറിവുകൾ ഒത്തിരി ജീവിതത്തിൽ വന്നത്. ഇവർ പക്ഷേ യേശുവിനെ അറിഞ്ഞപ്പോൾ അവരുടെ അതിരത്തിൽ കൂടി പറഞ്ഞ ദൈവിക സന്ദേശം, സമാധാനം തരുന്ന ഒരു യേശുവുണ്ട്. ഞാൻ ആ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ എന്താ കാരണം? അവരെന്നോട് പറഞ്ഞു, അതിൻ്റെ അകത്ത് അഭിഷേകം പ്രാപിച്ചൊരു കുഞ്ഞ് എന്നോട് അന്ന് പറഞ്ഞ ഒരു സന്ദേശമാണ്, ഞങ്ങൾക്ക് അപ്പനില്ല, ഞങ്ങൾക്ക് അമ്മയില്ല, ലോകക്കാർ ഞങ്ങളുടെ കൂടെ നിൽക്കാനില്ല, ഈ സ്ഥാപനത്തിൽ നിന്ന് പോയാൽ എവിടെ പോകുമെന്നും ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങളൊരു രക്ഷിതാവിനെ കണ്ടെത്തി. അവൻ്റെ പേര് യേശുവെന്ന. ആ യേശു തരുന്ന സമാധാനത്തിലാണ്, ആ യേശു തരുന്ന സന്തോഷത്തിലാണ്, ആ യേശു തരുന്ന വിടുതലിലാണ് ഞങ്ങൾ ഇത്ര സന്തോഷിക്കുന്നത്, ഞങ്ങൾ ഇത്ര ആനന്ദിക്കുന്നത്. ഞാൻ അവരുടെ ജീവിതത്തെ ഒരാഴ്ച നോക്കിയപ്പോൾ എങ്ങനെയും ആൻറ്റിയെ തിരുത്തി ഹൈന്ദവ മാർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച് അവിടെ വീണ്ടും താമസം ആരംഭിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ സമാധാനം തരുന്ന യേശുവിനെ കുറിച്ച് പറയുക മാത്രമല്ല, ഈ ഭൂമിയിൽ ഒന്നും എടുത്തു പറയാനില്ലാതിരിക്കുമ്പോഴും അവരുടെ നിലവുകൾക്കകത്ത്, അവരുടെ ചിന്തകൾക്കകത്ത്, അവരുടെ ജീവിതത്തിനകത്ത് ഒരു അസാധാരണമായ സമാധാനം വ്യാപരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ആ കുഞ്ഞുങ്ങളിൽ വെളിപ്പെട്ട യേശുവിൻ്റെ സാന്നിധ്യം, അവരതിരം തുറന്ന് സമാധാനം തരുന്ന ദൈവമുണ്ടെന്ന് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ ജാതീയ പശ്ചാത്തലത്തിൽ തകർന്നു കിടന്ന എന്നോട്, ഈ ലോകത്തിൻ്റെ എല്ലാ മോഹത്തിലും നശിച്ചു പോയ എന്നോട്, മദ്യപാനം ഉൾപ്പെടെ ലോകത്തിൻ്റെ എല്ലാ മ്ലേച്ഛമായ അനുഭവത്തിൽ കൂടിയും കടന്നുപോയ എന്നോട് പറഞ്ഞ് അവർ ആ സുവിശേഷം അറിയിക്കുക മാത്രമല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും തയ്യാറായി. അവരുടെ കൂടെ പ്രാർത്ഥനയ്ക്കിരിക്കേണ്ടതിന് എന്നെ ക്ഷണിച്ച് അവരോട് കൂടെ ഇരുത്തി. ആ പ്രാർത്ഥനയ്ക്ക് അവരുടെ കൂടെ ഇരുത്തി അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ പ്രാപിച്ച സമാധാനം, അവരിൽ വ്യാപരിക്കുന്ന അഭിഷേകം, അവർ കണ്ട യേശു, അവർ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും വെളിപ്പെട്ട് എന്നെ ഒരു അത്ഭുതമാക്കി, എന്നെ ഒരു വെളിച്ചമാക്കി ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് ഈ പട്ടണത്തോടും ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ ആത്മാവിൽ പറയുന്നു, അനേകർ ഈ സത്യ വെളിച്ചത്തിലേക്ക് വരും. ഈ സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തമായ പദ്ധതിയുണ്ട്. ഞാൻ ഇന്ന് പകൽ വളരെ ശക്തമായി ദൈവസന്നിധിയിൽ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുള്ള കാരണം, ഞാൻ വരുന്ന സ്ഥലം കഥാമിൻ്റെ അഭിഷിക്തനാൽ ശക്തമായി നയിക്കപ്പെടുന്ന ഒരു ആത്മീക യോഗത്തിൻ്റെ അകത്താണ്. അദ്ദേഹത്തിൽ വന്നിരിക്കുന്ന ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദർശനവും വെളിപ്പാടും വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് പ്രാർത്ഥിച്ചൊരുങ്ങി വന്നപ്പോൾ കർത്താവിനോട് ശക്തമായി പറഞ്ഞു, ദേശത്തൊരു വിടുതലിന് സമയമായി, ദൈവപ്രവൃത്തിക്ക് സമയമായി. നമുക്കറിയാം, നമ്മുടെ ഈ പട്ടണം ചെങ്ങന്നൂർ, പന്തളം എന്നൊക്കെ പറയുന്നത് ചെറിയൊരു സ്ഥലമല്ല. സ്തോത്രം. അന്ധകാര ശക്തി ഒത്തിരി നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖലയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ ദൈവാത്മാവിൽ പറയാം, അതിലും ശ്രേഷ്ഠമായ ഒരു അഭിഷേകം, ഈ ഇരുട്ടിനെ വെളിച്ചമാക്കാനുള്ള ഒരു ദൈവശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ട് എന്ന് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞ് ആത്മാവിൽ എഴുന്നേൽക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മഹത്വം വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ശക്തമായി ഇടപെടുകയാണ്. ഇന്ന് കർത്താവ് എനിക്ക് തന്നത് അത്ഭുതകരമായ വെളിച്ചം എന്നുള്ളൊരു പദമാണ് കർത്താവ് എന്നെ ദർശനത്തിൽ കേൾപ്പിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം ഇന്ന് കുറുവാക്യമായി നിങ്ങളുടെ മുമ്പിൽ വായിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ മുതൽ ദൈവാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, ക്രിസ്തുവിൻ്റെ ഒരു ശുശ്രൂഷകനായി ജീവിക്കണം, കർത്താവിന് വേണ്ടി വേർതിരിഞ്ഞ് നിൽക്കണം. ഇങ്ങനെ ശുശ്രൂഷകൾ വെളിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടി ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ കർത്താവ് എന്നെ ഒരിക്കൽ ഒരു ദർശനത്തിൽ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. ആ ദർശനത്തിൽ ആ സ്ഥലത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഈ ദേശത്തിൻ്റെ കാരണം ലൈവ് പോകുന്നല്ലോ, ഈ ദേശത്തിൻ്റെ ഏറ്റവും ശക്തിയേറിയ
ആത്മമണ്ഡലത്തിനെതിരെ ആധിപത്യം സ്ഥാപിച്ചു നിൽക്കുന്ന ഇരുട്ടിൻ്റെ ശക്തി വാഴുന്ന സ്ഥലമാണ്. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, അവിടെ ചെന്ന് കർത്താവിനെ ദർശനത്തിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ ഇരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തിയെ നീ ശാസിക്കണം. ഇതിനെ ശാസിച്ചെങ്കിൽ മാത്രമേ നിനക്ക് ജയമെടുക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൈവജനത്തോട് പറയുന്നു, ചില ഇരുട്ടിൻ്റെ ശക്തിയെ ശാസിക്കാൻ ഈ ദേശത്ത് വാഴുന്ന, വേരുറപ്പിച്ചിരിക്കുന്ന, ചിലരെ പുറത്തു വരാൻ സമ്മതിക്കാതെ ഒതുക്കുന്ന ചില ആധിപത്യ ശക്തികളെ ദൈവാത്മാവിന്റെ നിറവിൽ സഭ ശാസിച്ച് ജയമെടുക്കുന്ന ദിവസങ്ങളാണിതെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൈവത്തിന് പ്രിയപ്പെട്ടവരോട് പറയാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. കഥാവ് ശക്തമായി അത് ചെയ്യട്ടെ. എന്നെ കഥാവ് അവിടെ കൊണ്ടുപോയി കഥാവിൻ്റെ ദൂതനെ പോലെ നിൽക്കുന്ന ഒരു വ്യക്തി ദർശനത്തിൽ എൻ്റെ കൂടെയുണ്ട്. ഈ ഗോപുരത്തിൻ്റെ വാതിൽ തുറന്ന് അതിൻ്റെ അകത്തു കയറ്റിയതും ദൈവത്തിന് പ്രിയപ്പെട്ടവർ ആയിരങ്ങൾ കടന്നു വന്ന് അതിനെ സേവിക്കുന്ന ഒരു സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ അകത്ത് കയറ്റിയതും ഇതിൻ്റെ ഇരിപ്പും ഇതിൻ്റെ നിപ്പും തീഷ്ണതയോടെ എന്നെ ദഹിപ്പിക്കുന്നൊരു പോലെയുള്ള നോട്ടവും കണ്ടപ്പോൾ ആ ദർശനത്തിൻ്റെ അകത്ത് ഞാൻ വളരെ ഭയപ്പെട്ടു പോയി. ഞാൻ ഈ പട്ടണത്തിൻ്റെ ഒരു അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. ഞാൻ വളരെ ഭയപ്പെട്ടു പോയി. ഈ ദർശനത്തിലാണെങ്കിലും ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, ഞാൻ അതിൽ നിന്ന് ആ ദർശനത്തിൽ ഞാൻ കാണുക പുറകോട്ട് ഇറങ്ങി ഓടുന്നു. 3 പ്രാവശ്യം ഈ ദൂതൻ എന്നെ അതിൻ്റെ അകത്ത് കയറ്റി. 3 പ്രാവശ്യം ഇതിൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ ഇതിനെ ശാസിക്കാൻ കഴിയാതെ എൻ്റെ ഹൃദയം വല്ലാതെ ഭയപ്പെട്ടു. 4ാമത്തെ പ്രാവശ്യം ഈ ദൂതൻ എന്നെ ഈ ഇരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ പുറകുവശത്തിൽ കൂടി കൈപിടിച്ച് കയറ്റി. അവിടെ ചെന്നിട്ട് ആ ദൂതൻ എന്നെ അവിടെ വെച്ച് പറയുകയാണ്, നിങ്ങൾ വളരെ ഭയത്തോടെ കാണുന്ന, നീ ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുന്ന ഈ ദേശത്തിൻ്റെ അധികാരമെന്ന് പറയുന്ന ഈ ശക്തിയുടെ യഥാർത്ഥമായ തലം ഞാൻ നിന്നെ ഒന്ന് വെളിപ്പെടുത്തി തരാം. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് എന്നെ വിരൽ ചൂണ്ടി കാണിച്ചപ്പോൾ ഈ മുമ്പിലിരിക്കുന്ന രൂപം ഭയങ്കര ശക്തമാണെങ്കിലും അതിന് പിന്നിൽ കിടക്കുന്ന ശക്തി എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ 500 വർഷം ജീവിച്ചിരിക്കുമെന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണത്തിന് ഞാനങ്ങ് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് എഴുന്നേൽക്കാൻ കഴിയാതെ ക്ഷയിച്ച് ഒരു അധരം മാത്രം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ്. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഈ രൂപം വെച്ച് ഈ പട്ടണത്തെ പിടിച്ചു വെച്ചതുപോലെ ഈ ശക്തി ഇരിക്കുന്നത്. കഥ പറഞ്ഞ് ഇത്രമേ ഇതിന് ശക്തിയുള്ളൂ. നിന്റെ മേൽ വ്യാപരിക്കുന്നത് ഇതിലും ശ്രേഷ്ഠമാണ്. അവിടെ വെച്ച് ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആ ദർശനത്തിലാണെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത വന്നു, ഇതാദ്യമേ ഒന്ന് തുറന്നു കാണിച്ചെങ്കിൽ എത്രയോ പ്രാവശ്യം ഞാൻ ഇതിനെ ശാസിച്ചേനെ. ഇന്ന് പകരം ഞാൻ ദൈവാത്മാവിൽ പറയാം, മറവിട്ടു നിൽക്കുന്ന, ദേശത്ത് ഗോപുരം പോലെ പൊങ്ങി നിൽക്കുന്ന, ഞാനാണ് വലുതെന്ന് പറയുന്ന, അവൻ ദൈവജനത്തെ ഉയരാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുന്ന ചില കോട്ടകളെ നോക്കി ദൈവത്തിന് പരിശുദ്ധാത്മ പറയുന്നു, അതിന് ഇരിപ്പ് മാത്രമേ ഉള്ളൂ. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ ചിലത് തകരുമെന്ന് ആത്മാവിടപെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ, അതിനെ ശാസിച്ചു. വലിയ ദൈവപ്രവൃത്തി ഞാനുമായി കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തന്നു. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൈവജനത്തോട് ദൂത് പറയാം. ഒരു ലൈവിൽ പറയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ അവിടെ നടന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ചിലതിനെ ഒതുക്കുന്ന മൂടുപടങ്ങൾ, ചിലതിനെ മറച്ചു വച്ചിരിക്കുന്ന മൂടുപടങ്ങൾ, ചില ആധിപത്യം പോലെ നിൽക്കുന്ന ചില വാഴ്ചകൾ ഈ പകൽ ദൈവസ്ഥലം ഒരുമിച്ച് ആർപ്പിടുമ്പോൾ, ഒരുമിച്ച് സ്തുതിക്കുമ്പോൾ അത് ഇടിഞ്ഞു മാറുമെന്ന് ദൈവാത്മാവ് ശക്തമായി ദൈവത്തിന്റെ ആത്മാവിൽ ദൂത് പറയാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇന്ന് പുതിയതായി വന്ന സഹോദരനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയാൻ ഇങ്ങനെ പറയുന്നു, ജീവിതത്തിൻ്റെ അകത്ത് ജയമെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി മേഖലകൾ തുറക്കപ്പെട്ടതാണെങ്കിലും തുറന്നു വരുന്നുണ്ടെങ്കിലും പലപ്പോഴും പെട്ടെന്ന് ചിലത് അടഞ്ഞു മാറുന്നത് പോലെ അടഞ്ഞു മാറുന്ന നിരാശയ്ക്കകത്താണ് ജീവിതം കടന്നു പോകുന്നതെന്ന്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. എന്നാൽ ഞാൻ എൻ്റെ ദാസനെ വിടുവിച്ചെടുത്ത് എൻ്റെ പ്രവൃത്തി ഞാൻ വെളിപ്പെടുത്തി ഈ ദിവസങ്ങളിൽ ബലത്തോടെ എഴുന്നേൽപ്പിക്കുന്ന പദ്ധതി ഞാൻ ചെയ്തെടുക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. 2021 ശേഷം ഈ 25 വരെയുള്ള 4 വർഷത്തിനകത്ത് കടന്ന് കറങ്ങുന്നത് പോലെ കറങ്ങി നിൽക്കുന്ന മണ്ഡലം ദൈവാത്മാവിൻ്റെ വെളിപ്പാടിൽ കാണിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ഭവനത്തെ ഞാൻ രക്ഷിച്ചെടുക്കും, നിന്റെ അവസ്ഥകളെ ഞാൻ വിടുവിച്ചെടുക്കും, നിന്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട് വ്യാപരിച്ചു നിൽക്കുന്ന ബോണ്ടേജിന് ഞാൻ അടിച്ചു മാറ്റി എൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ട് എന്ന് ആത്മാവ് ഇടപെടുകയാണ്. ഒടുക്ക നഷ്ടപ്പെട്ടതുപോലെ, ഉറവ വറ്റിപ്പോയതുപോലെ, ഇനി തുറക്കുമോ എന്ന് ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചു നിൽക്കുന്ന ഭാരങ്ങളും ചിന്താഭാരത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത് പോലെ കുടുങ്ങിക്കിടക്കുന്ന അനുഭവങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും. മാത്രമല്ല, നിങ്ങളുടെ വീടിൻ്റെ അകത്ത് സൗഖ്യവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അയച്ച് ദൈവപ്രഭത്തിലേക്ക് വിടുവിക്കാൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. ചിലതൊക്കെ കൈവിട്ടു, ചിലതൊക്കെ നഷ്ടപ്പെട്ടു, ചിലതൊക്കെ നഷ്ടത്തിലേക്ക് പോയി. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, ഒന്ന് എന്നൊരാരംഭം കുറിക്കാൻ, പുതിയ ചില ഉറവകൾ തുറക്കാൻ, വാതിലുകൾ തുറക്കാൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇന്നിവിടെ കടന്നു വരുന്നതിന് തൊട്ടു മുമ്പും ഒന്നും അങ്ങ് ശരിയാകുന്നില്ല എന്നൊരു വല്ലാത്ത ഭാരം ഹൃദയത്തിനകത്ത് നിഴലിട്ട് നിന്ന് ജീവിതത്തെ വളരെ നിരാശയോടെ കണ്ടവിടെ വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുടുംബത്തിന് നേരെ വാഴുന്ന ചില ഇരുട്ടിന്റെ ശക്തികൾ, ഇവർക്കെതിരെ കർത്തൃത്വം നടത്തുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ വേരോടെ പിടിതുമാറി പോകുന്നത് പോലെ ദൈവാത്മാവിന് പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു കാഴ്ച ദൈവത്തിൻ്റെ ആത്മാവിനെ ശക്തമായി കാണിക്കുന്നു. മാത്രമല്ല, ശരീരവുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ പ്രവൃത്തിയുടെ മഹത്വം വെളിപ്പെടാൻ പോകുന്നു. നിങ്ങൾ പാർക്കുന്ന ദേശത്തിൻ്റെ അടകമനതുരി പടിഞ്ഞാറ് തെക്ക് ദേശം, പടിഞ്ഞാറ് തെക്ക് ദേശം ഒരു ഇരുട്ടുള്ള സ്ഥലമാണ്. സ്തോത്രം. ഒരു ദേശത്തിൻ്റെ ശക്തി അവിടെ നിൽപ്പുണ്ട്. ഈ പകൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ദൂതനിറങ്ങി നിങ്ങളെ തകർക്കുന്ന ആ വാഴ്ചയെ ദൈവാത്മാവ് അടർത്തി മാറ്റിക്കളഞ്ഞ് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി വിടുവിച്ചെടുക്കേണ്ടതിന് ദൈവാത്മാവ് പദ്ധതി വയ്ക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ബന്ധങ്ങൾക്കകത്തുനിന്ന് ഒത്തിരി നിരാശകൾ കയറി വന്ന് നിൽക്കുകയാണ്. ഇന്ന് പകൽ ചില ബന്ധങ്ങളുടെ നിരാശകളെ ദൈവാത്മാവ് മാറ്റി പുതുക്കി പണിയുന്നത് പോലെ ദൈവാത്മാവ് പണിതെടുക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഒറ്റപ്പെട്ടു പോയ അനുഭവം, ഒറ്റപ്പെട്ടു പോയ സാഹചര്യം ഒരു ജയമാക്കി തീർക്കാൻ ദൈവാത്മാവ് ഈ പകൽ മുതൽ നിങ്ങളെ ഒരു മറ്റൊരു വ്യക്തിയായി രൂപപ്പെടുത്തിയെടുക്കുന്നത് പോലെ രൂപപ്പെടുത്തേണ്ടതിന് ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. കർത്താവിൻ്റെ കരം ചലിക്കും. ഈ റൈറ്റ് സൈഡ് ശരീരത്തിൻ്റെ റൈറ്റ് സൈഡ്, കൈ മുതൽ കാല് വരെ ഞരമ്പുകൾക്കകത്തും അസ്ഥികൾക്കകത്തും വേദനയിട്ട് ഒതുക്കുന്ന ഒരു മുഖവും നിന്റെ ജീവിതത്തിൻ്റെ അകത്തുനിന്ന് ഈ പക ദൈവാത്മാവ് അടിച്ച് അതൊരു സാമ്പത്തിക ബന്ധനമായി കയറി വന്ന പോരാ, ദൈവാത്മാവ് കെട്ടിനെ അടിച്ച് നിന്നെ വിടുവിച്ചെടുക്കുന്ന ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. കഥ പറയുന്നു, പ്രാണനെതിരെ നിന്ന യുദ്ധമുണ്ട്, അതിനെ കൂടി കർത്താവ് ഇന്ന് ക്യാൻസൽ ചെയ്യുക. ചില ആക്സിഡന്റിന്റെ പോരുകൾ നിനക്കെതിരെ കയറി വരുന്നതിന് ഈ പക ദൈവാത്മാവ് അടിച്ച് ഒരു ജയം വെളിപ്പെടുത്താൻ പോകുന്നെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. കഥപതി ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പക സഭയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, ഈ 2026 വെളിച്ചത്തിന്റെ വർഷമായി ദേശത്തെ പ്രകാശിപ്പിക്കാൻ അന്ധകാരമുള്ളപടുത്തു തന്നെ, കൂരിട്ടുള്ളപടുത്തു തന്നെ ഒരു പ്രകാശമായി നീക്കാൻ ദൈവാത്മാവ് ചിലരെ എഴുന്നേൽപ്പിക്കുമെന്ന് ആത്മാവ് ശക്തമായി ദൈവജനത്തോട് പറയാൻ ആത്മാവ് ഇടപെടുകയാണ്. സ്വത്രം. നമ്മൾ വായിച്ച വാക്യം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കണമെന്ന് അരുൾ ചെയ്ത ദൈവം
എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം ഉദിക്കും, ഒരു വെളിച്ചം ഉദിക്കും. ഞാൻ ഇത് പറയുമ്പോൾ പല ഘട്ടങ്ങളായി ജീവിതം പരാജയത്തിലേക്ക് പോയ 4 വ്യക്തികളെ ദൈവാത്മാവിനെ കാണിക്കുന്നു. സമയത്തിന് പരിമിതികളുണ്ട്, ലാസ്റ്റ് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇനി പരാജയം ആവർത്തിക്കാൻ ദൈവാത്മാവ് അനുവദിക്കാതെ ഒരു വെളിച്ചം ദൈവാത്മാവ് ഉദിപ്പിച്ച് എന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരുന്ന ദൈവപ്രവൃത്തിയുടെ മഹത്വം പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നെന്ന് ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. സ്തോത്രം. ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കണമെന്ന് അരുൾ ചെയ്ത ദൈവം, ആ വെളിച്ചം നിങ്ങളുടെ കുടുംബത്തിൽ, ദൈവദാസനെ നിങ്ങളുടെ മിനിസ്ട്രിക്കകത്ത് പരിശുദ്ധാത്മ വെളിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളൊരു പ്രവാചക ദൗത്യം ഏറ്റെടുത്ത് ദൈവത്തിന് വേണ്ടി ശക്തമായി ശോഭിക്കേണ്ട വ്യക്തിയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന പറഞ്ഞ് ഉറപ്പിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. തേജസ്സോടെ മുമ്പോട്ട് ഓടിക്കേറേണ്ടതിന് പലപ്പോഴും സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെക്കുന്നുണ്ടെങ്കിലും തടസ്സമിട്ടുകൊണ്ട് തടയുന്ന ചില മേഖലകൾ ദൈവത്തിന്റെ ആത്മാവ് അടിച്ചു മാറ്റി അത്ഭുതകരമായ വെളിച്ചത്തിനകത്ത് യേശുവിനെ സാക്ഷീകരിച്ച് അവൻ പ്രവാചക ദൗത്യമായി ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുന്ന പദ്ധതികളിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കുന്ന ദൈവ പദ്ധതികൾ വെളിപ്പെടുത്താൻ പോകുന്നെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. കഴിഞ്ഞ 2013 ശേഷം 25 വരെയുള്ള കാലഘട്ടത്തിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു ബ്രാക്കറ്റ് പീരീഡിന്റെ ശൂന്യത ദൈവാത്മാവ് അടിച്ചു മാറ്റി പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവാത്മാവ് വിടുവിച്ചെടുക്കുന്ന വർഷമായി 2026 പണിയാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ചില പുതപ്പുകൾ വീണിട്ടുണ്ട്, ദൈവശബ്ദത്തിന് പുതപ്പുകൾ വീണിട്ടുണ്ട്. അത് ജ്വലിക്കാൻ പോകുകയാണ്. അതിന് തിരശ്ശീലയ്ക്ക് മറവിൽ മൂടിക്കിടക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ഈ ദൂത് ഈ ദൈവദാസന് വേണ്ടി മാത്രമല്ല, അഭിഷേകം പ്രാപിച്ച ചിലരോട് പറയുന്നു, നീ തിരശ്ശീലയ്ക്ക് മറവിൽ മൂടിക്കിടക്കത്തില്ല. ആത്മാവിന്റെ പുറത്തു കൊണ്ടുവരും, ആത്മാവിന്റെ ശോഭ കൂട്ടുമെന്ന് ആത്മാവിടപെടുകയാണ്. സ്തോത്രം. ഇവിടെ മനോഹരമായി ഒരുക്കപ്പെട്ട ഈ അന്തരീക്ഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിനകത്ത് നിങ്ങളെ കർത്താവ് മൂർച്ച കൂട്ടിയെടുക്കാൻ പോകുകയാണ്. ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവസഭയായി പരിശുദ്ധാത്മാവ് ഇതിനെ പണിതെടുക്കുമെന്ന് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പ്രവചന സന്ദേശമായി ദൂത് പറയാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. ദൈവസഭ പ്രാർത്ഥിക്കണം, ഇതിവിടുന്ന് മാറും. സ്തോത്രം. ഈ പരിമിതി കണ്ടിട്ട് പറയുന്നൊരു വാക്കല്ല. അവൻ ഗ്രൗണ്ടിന്റെ അകത്ത് ഒരു പണി നടക്കുന്ന വെളിപ്പാട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഇത് ഇത്രയും ജനത്തെ ഉൾക്കൊള്ളുന്നതല്ല, ആയിരങ്ങൾ കൂടി വരുന്ന ഒരു ഗ്രൗണ്ടിന്റെ അകത്ത് ഒരു ബിൽഡിംഗ് പണി പൂർത്തീകരിക്കുന്നത് പരിശുദ്ധാത്മാവ് ശക്തമായി വെളിപ്പാട് കാണിക്കുകയാണ്. ദൈവാത്മാവ് പറയുന്നു, ഇതിന്റെ അകത്തുനിന്ന് ഒരു ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒരു ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഇത് ജനറേഷനുകളെ എഴുന്നേൽപ്പിക്കുന്ന അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു ഇടമായി പരിശുദ്ധാത്മാവ് പണിതെടുക്കാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. ഒന്ന് ദൈവജനം പ്രാർത്ഥിക്കണം. സഭയ്ക്കൊരു പണി നടക്കാൻ പോകുന്നു. സഭയ്ക്കൊരു പണി നടക്കാൻ പോകുന്നു. അതിൻ്റെ വിടുതലുകൾ വെളിപ്പെടാൻ പോകുന്നു. അതിൻ്റെ വഴികൾ തുറക്കാൻ പോകുന്നു. ചില രേഖകൾ എഴുതാൻ പോകുന്നു. ചില രേഖകൾ ഒപ്പിടാൻ പോകുന്നു. ചില റൂട്ടുകൾ തുറക്കാൻ പോകുന്നു. അത് ദൈവത്താൽ തുറന്നു വരട്ടെ. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകൽ സഭയോട് പറയുന്നു, ഈ ഇരുട്ടുള്ള ദേശത്ത് ഈ സഭയെ പ്രകാശിപ്പിക്കാൻ. സ്തോത്രം. കഥ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ശബന റബന ജഗതം. അതൊരു ടെൻ്റല്ല, ബിൽഡിംഗ് ആയിട്ട് തന്നെ തീരും. ഒരു പ്രൊഫറ്റിക്കൽ മൂവ്മെന്റ് ആണ്
പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്നത്. ഒരു പ്രൊഫറ്റിക്കൽ മൂവ്മെന്റ് കർത്താവ് എഴുന്നേൽപ്പിക്കുമെന്ന്, പ്രവാചകന്മാരെ പുറത്തു കൊണ്ടുവരുമെന്ന്, അതിന് വേണ്ടുന്ന അഭിഷേകത്തിന് തലം ദൈവാത്മാവ് ഇതിലേക്ക് അയക്കുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. സ്തോത്രം. ഇതിനകത്ത് ഈ ഉദരത്തിൻ്റെ അകത്ത് ഭയങ്കരമായ അസ്വസ്ഥതയുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഭയം കയറി വരുന്നു. നിങ്ങൾക്ക് ലജ്ജയില്ലെങ്കിൽ ഒന്ന് കരമുയർത്തിയാൽ ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അതിനെ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച്, ദൈവസഭയൊന്ന് പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ നാമത്തിൽ ചിന്താമണ്ഡലം മൊത്തം തകർത്തിട്ടിരിക്കുക. പരിശുദ്ധമായി ശക്തമായി പറയുന്നു, ഞാൻ നിന്നെ വിടുവിച്ചെടുക്കും, നിന്റെ മേൽ എൻ്റെ പ്രവൃത്തി വെളിപ്പെടാനുണ്ട്. ഈ നാമത്തെ ഒന്നുകൂടി മുറുകെ പിടിച്ചോ. നിന്റെ നഷ്ടങ്ങളെ പോലും ജയമാക്കി തീർക്കുന്നത് പോലെ ദൈവപ്രവൃത്തിയുടെ മഹത്വം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വെളിപ്പെടുത്താനുണ്ട് എന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഒത്തിരി പിന്നാമ്പുറത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഒരു വലിയ ഇരുട്ട് കിടപ്പുണ്ട്. ദൈവാത്മാവിനെ മാച്ചു കളയും. പരാജയങ്ങളുടെ ദിവസങ്ങൾക്കകത്തുനിന്ന് ജയത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നത് പോലെ പരിശുദ്ധാത്മാവ് ജയത്തിലേക്ക് നയിക്കാൻ പോകുന്നെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക. നഷ്ടങ്ങൾ വന്നത്, നഷ്ടപ്പെട്ടു പോയത് ദൈവാത്മാവ് തിരിച്ചു പിടിച്ചു തരുന്ന വർഷമായി മുമ്പോട്ട് കർത്താവ് ചെയ്തെടുക്കാൻ പദ്ധതികൾ വെച്ചിട്ടുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ജീവിതത്തെ അലട്ടിക്കളയണമെന്ന് വാദിക്കുന്ന, സന്തോഷം ജനിക്കാതിരിക്കാൻ ജീവിതത്തെ അലട്ടുന്ന ദുഷ്ടശക്തിയെ സഭ ശാസിച്ച് ജയത്തിലേക്ക് ഈ ദിവസങ്ങളെ നയിക്കാൻ പദ്ധതിയുണ്ടെന്ന് ദൈവാത്മാവ് ശക്തമായും ദൈവത്തിന് പ്രിയപ്പെട്ടവരോട് ആലോചന പറയാം. ദൈവാത്മാവ് ഇടപെടുകയാണ്. തകർന്നതല്ല, തകർത്തത. ചില ആഭിചാരത്തിന് കുരുക്കുകൾ, നിങ്ങൾക്കെതിരെ കയറ്റിവിട്ട പോരുകളെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് അടിച്ചു മാറ്റി ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥിച്ചോ. ദൈവിക ജയത്തിന്റെ പകല മണ്ണുമായി ബന്ധപ്പെട്ട് കേറിക്കിടക്കുന്ന ചില മുഖങ്ങൾ ആത്മാവിൽ ഞങ്ങൾ അടിച്ച് ഈ പകൽ ജയം പ്രഖ്യാപിക്കുന്നു. വൈര് തകരും. പരിശുദ്ധാത്മാവിൽ ചില വൈര് തകരും. ചില മണ്ണുമായി ബന്ധപ്പെട്ട് കയറി വന്ന ഫൈറ്റിങ്ങുകളെ കർത്താവ് അവസാനിപ്പിച്ച് ഇന്ന് ചങ്ങല പൊട്ടിച്ച് ദൈവാത്മാവ് ജയത്തിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് വിടുവിക്കുന്ന പ്രവൃത്തി ഇപ്പക ദൈവാത്മാവ് ചെയ്തെടുക്കാൻ പോകുന്നെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ഞാൻ ഇങ്ങനെ ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. പരാജയപ്പെട്ടതും നിന്ദിക്കപ്പെട്ടതുമായ അവഹേളിക്കപ്പെട്ടതായ സാഹചര്യത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ ഇങ്ങനെ കർത്താവിനെ കാണിക്കുന്നത് പൊടി കുടഞ്ഞു കളഞ്ഞ് എന്ന് വെച്ചാൽ പരാജയം മാറ്റി ഒരു പുതിയ വസ്ത്രം ധരിച്ച് ചോദ്യചിഹ്നമാക്കിയവരുടെ മുമ്പിൽ ഒരു ജ്യോതിസിനെ പോലെ എന്റെ ദൈവം പ്രകാശിപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്ന പദ്ധതി ആത്മാവ് ചെയ്തെടുക്കാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. മരണത്തിന് കുരുക്കഴിയും. സ്തോത്രം. മരണത്തിന് കുരുക്കഴിയും. ഈ റാധേനകൽക്കന വീടുമായി ബന്ധപ്പെട്ട് പുറകു സൈഡ് വയൽ അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ കിടക്കുന്ന ആ ദേശത്തുനിന്ന് കയറി വരുന്ന ഒരാധിപത്യത്തിന് കുരുക്ക് ഇന്ന് പകൽ വേരോടെ പിടിതെറിഞ്ഞ് ദൈവാത്മാവ് ജയം പ്രഖ്യാപിക്കാൻ ഈ പകൽ പദ്ധതി വെച്ചിട്ടുണ്ടെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ആ ആധിപത്യമാണ് ദൈവത്തിന്റെ മകനെ നിന്നെ വീഴ്ച കളഞ്ഞത്. ഇനി അത് അവിടെ കാണത്തില്ല. ഒരു ദൂതൻ ഇറങ്ങി ചെല്ലും, അതിനെ വെട്ടിമാറ്റുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശക്തമായി ദൈവാലോചന പറയാൻ ആത്മാവ് ഇടപെടുകയാണ്. 2018 മുതൽ കയ്യിൽ വീണ ചങ്ങലയുണ്ട് എന്ന് വെച്ചാൽ കുരുക്കുകൾ ഉണ്ടെന്ന്. പിന്നെ അങ്ങോട്ട് പല ഘട്ടമായി പരാജയം ഒത്തിരി കണ്ടു. ഇന്ന് പകൽ ദൈവത്തിന് പരിശുദ്ധാത്മ പറയുന്നു, ആ മേഖലക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി ഒരു പ്രകാശനം തരുന്നത് പോലെ ആത്മാവ് പ്രകാശിപ്പിക്കാൻ പോകുന്നെന്ന് ആത്മാവ് ഇടപെട്ട് ദൂത് വിളിച്ചു പറയുകയാണ്.
മടങ്ങി വരും ദൈവപ്രവൃത്തിയിലേക്ക്, ജയത്തിലേക്ക്. ഒരു ജയത്തിന് വേണ്ടി അവിടെ കൊണ്ടുവന്നത്, ജയത്തിലേക്ക് മടങ്ങി വരും. തകർന്നതിന് നിവർന്നു നിൽക്കുമാറാക്കുന്ന ദൈവമുണ്ടെന്ന് നിന്നെ നോക്കി സാക്ഷ്യം പറയത്തക്ക നിലവാരത്തിൽ ആത്മാവ് നിവർന്നു നിൽക്കാൻ തക്കവണ്ണം ശക്തീകരിക്കുന്ന ദൈവപ്രവൃത്തി ആത്മാവ് വെളിപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. കഥ ചെയ്യട്ടെ. നമുക്ക് ആ വാക്യത്തിൽ നിന്ന് ഒന്ന് ശുശ്രൂഷിച്ച് നിങ്ങളോടുള്ള ദൈവാലോചനയിലേക്ക് കയറാം. നമ്മൾ വായിച്ച വാക്യം 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചമുദിക്കണമെന്ന് അരുൾ ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചിരിക്കുന്നു. നിങ്ങളുടെയല്ല, ആമേൻ, അത് ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചിരിക്കുന്നു. ഇന്ന് പകൽ ഇത് ദൈവസഭയോടുള്ള ഒരു ദൂതാണ്. ഞാൻ ഈ വാക്യം സ്വപ്നത്തിൽ കൂടി കണ്ടെടുത്തതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തമായി പറയുന്നു, ആമേൻ, ഹൃദയം പ്രകാശിച്ചു വരും. ദൈവ തേജസ്സിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുന്ന ഒരിടമായി സഭയെയും ദൈവജനത്തെയും ഓരോ കുടുംബങ്ങളെയും ദൈവത്തിന് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ശക്തമായി ദൈവത്തിന് പ്രിയപ്പെട്ടവരോട് പറയാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. ലെവലങ്ങ് മാറും. വിശ്വാസമുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒന്ന് സാക്ഷ്യം പറഞ്ഞു. ഞാനൊരു അന്ധകാരത്തിലാണ് കിടന്നത്. എൻ്റെ വൈഫിൻ്റെ വീട് പന്തളത്തുനിന്ന് വെൺമണിക്ക് പോകുന്ന വഴിയിൽ പുന്തല കക്കടയാണ് വൈഫിൻ്റെ വീട്. അദ്ദേഹത്തെ ദൈവം വിടുവിച്ചെടുത്തത് ഒരു വിധത്തിലും സുവിശേഷം എത്താൻ സാധ്യതയില്ലാത്ത ഒരു മുസ്ലിം കുടുംബത്തിനകത്തുനിന്ന്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, ആ 2 വ്യക്തികളെ 2 പശ്ചാത്തലത്തിൻ്റെ അകത്തുനിന്ന് ഒരു സാധ്യതയുമില്ലാതിരിക്കെ യേശു തൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഈ പകൽ സഭയോടുള്ള ദൂതാണ്. ഈ ദേശത്തിൻ്റെ നിഴലിൻ്റെ അകത്ത് മൂടിക്കിടക്കുന്ന ജാതികളെ കൂട്ടിവരുത്തുന്ന ഒരു ഇടമായി ദൈവാത്മാവ് സഭയെ പടുതെടുക്കുമെന്ന് ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. സ്തോത്രം. കഥാവിനെ ശക്തമായി ചെയ്യട്ടെ. സഭ ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ച് ഇതിൻ്റെ അകത്ത് ചില വിടുതൽ കൂടി നടക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശക്തമായി കാണിക്കുന്നു. റാംധോനകൽക്കന ഇതിനകത്ത് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുകാരൊന്ന് കരമുയർത്താമോ? ബിസിനസ് യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേൽ കിടക്കുന്ന ചില പരാജയങ്ങൾ അടകമനദുരി ശബനറബന ദൈവാത്മാവ് വലിച്ചു മാറ്റുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഈ കഴുത്തിൻ്റെ പുറകിൽ 2 തോളിനും ബാക്കിൽ പെയിനുള്ള ആളാരാ? ബിസിനസ്സിന് കൈപൊക്കിയ ബിസിനസ്സുകാരിൽ കൈപൊക്കിയതിൽ കഴുത്തിന് പുറകിൽ 2 തോളിൻ്റെ ബാക്കിൽ ബിസിനസ് ചെയ്യുന്ന ബിസിനസ് ഉണ്ടോ? അമ്മ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ കണ്ടിരിക്കുന്ന തടസ്സങ്ങളും അവ്യക്തതകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ മാറ്റി ദൈവിക ജയത്തിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ പോകുന്നുവെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് പോലെ ചിലത് വരുത്തി ബലക്ഷയപ്പെടുത്തുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് പകൽ ദൈവാത്മാവിനാൽ സൗഖ്യമാക്കി ബലം ദൈവാത്മാവ് തരാൻ പോകുന്നു. മനസ്സിൻ്റെ കരുത്ത് പലപ്പോഴും ഇടിച്ചു കളയുക, ഇതാണ് ആൻറ്റിയുമായി ബന്ധപ്പെട്ട് പൈശാചിക തലം വെച്ചിരിക്കുന്ന പദ്ധതി. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു, ഈ പ്രകാശം എൻ്റെ ദാസിയുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു ധൈര്യം തരുന്നത് പോലെ ധൈര്യപ്പെടുത്തി ചിലതിനെ നേരിടേണ്ടതിന് ആത്മമണ്ഡലത്തിൽ എഴുന്നേൽപ്പിക്കാൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പ്രത്യേകിച്ച് തലമുറയുമായി ബന്ധപ്പെട്ട് ഒരു വിടുതൽ വ്യാപരിക്കാൻ പോകുന്നു. ഈ പ്രത്യേകിച്ച് ഇളയ തലമുറയുമായി ബന്ധപ്പെട്ട് ചില ദൈവപ്രവൃത്തിയുടെ മഹത്വം പരിശുദ്ധാത്മാവ് ചലിപ്പിച്ച് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഈ കാലിൻ്റെ പത്തി, കാലിൻ്റെ അടിഭാഗം വിരലുകൾക്കടിയിൽ മരവിക്കുന്നത് പോലെ, രക്തയോട്ടം കുറയുന്നത് പോലെ ഒരു ഭാരം നിൽക്കുന്നൊരു കർത്താവിനെ കാണിക്കുന്നു.
പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ശരീരത്തിൻ്റെ രക്തയോട്ടത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന മണ്ഡലങ്ങൾ ഇന്ന് പകൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കും, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. ആമേൻ. ഓർമ്മയുടെ അകത്ത് ഓർമ്മയെ വല്ലാതെ മൂടിക്കളഞ്ഞിരിക്കുക. പരിശുദ്ധാത്മാവ് തുറന്നു തരുമെന്ന്, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമെന്ന് ദൈവത്തിന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഒന്ന് ക്രമീകരണമാകുമ്പോൾ മറ്റൊന്നിടിയും. ഇങ്ങനെ വർഷങ്ങളായി ജീവിതത്തിൻ്റെ അകത്ത് തലമുറകളെ സംബന്ധിച്ച് ഭാരപ്പെടുന്ന മേഖല പരിശുദ്ധാത്മാവിൽ പണിയപ്പെടുക മാത്രമല്ല, ഇവിടെ വന്ന് ചില സാക്ഷ്യം പറയാൻ തലമുറകളെ തൊടുന്ന ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, കഥാവിന്റെ പദ്ധതിയാണ് ഇരുട്ടിൻ്റെ അകത്തുനിന്ന് വെളിച്ചം ഉദിക്കണമെന്ന്. ഇന്ന് പകൽ ഞാൻ ദൈവാത്മാവ് ശക്തമായി പറയാം, ഇതിനകത്തിരിക്കുന്ന ഓരോ കുടുംബത്തിനകത്തും ഒരത്ഭുത വെളിച്ചം കാണുന്ന, ഒരത്ഭുത പ്രകാശം കാണുന്ന ദൈവപ്രവൃത്തിയുടെ മഹത്വം ശക്തമായി ദൈവാത്മാവ് ചെയ്തെടുക്കാൻ പോകുന്നുണ്ട്. ആത്മാവ് ഇന്ന് പകൽ ദൂത് പറഞ്ഞ് ദൈവത്തിന് പ്രിയപ്പെട്ടവരെ ഉറപ്പിക്കാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. ദൈവത്തിന്റെ അഭിഷേകത്തിനെ പെട്ടെന്ന് ഞാൻ കണ്ടത്, കർത്താവ് ശക്തമായി പറയുന്നു, നിരാശ ഞാൻ മാറ്റാൻ പോകുന്നു. ഒരത്ഭുതകരമായ പുറപ്പാടിന്റെ അകത്തേക്ക് തേജസ് ചുമന്നു നിൽക്കുന്നത് പോലെ ആത്മാവ് വീണ്ടും എഴുന്നേൽപ്പിച്ച് വെട്ടിയിട്ട ഇടത്തുനിന്ന് പൊട്ടി മുളയ്ക്കുന്നത് പോലെ ഒരു മുള പുറപ്പെട്ടു വരാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ആത്മാവിൽ ദൂത് പറയാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. റാധേനകൽക്കന, തുറക്കാത്ത വാതിലുകളെ കർത്താവ് തുറക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയുടെ മണ്ഡലങ്ങൾ, അഗോചരമായത്, നിക്ഷേപപരമായത് പരിശുദ്ധാത്മാവ് തുറന്നെടുത്ത് ഈ ദിവസങ്ങളിൽ മാനിച്ചെടുക്കുമെന്ന് ദൈവാത്മാവ് ശക്തമായി പറയുന്നു. ഉൾമുറിവുകളെ ദൈവത്തിൻ്റെ ആത്മാവ് മായ്ക്കുന്നത് പോലെ ദൈവാത്മാവ് മായ്ച്ച് പൂർണ്ണമായും ജയത്തിൻ്റെ കൊടി ഉയർത്തി പട്ടണങ്ങൾക്ക് നടുവിൽ കർത്താവിന് വേണ്ടി അനേകർ ഓടിക്കൂടുന്നത് പോലെ, പ്രത്യേകിച്ച് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഈ ഭൂതങ്ങൾ കീഴടങ്ങി മാറുന്നത് പോലെ വലിയ ദൈവപ്രവൃത്തിയുടെ മഹത്വം പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കുന്ന മിനിസ്ട്രിയുടെ തലത്തിലേക്കും ആത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. എൻ്റെ പ്രവാചകന്മാരെ ഞാൻ അയച്ച് എൻ്റെ ദാസന്റെ ജീവിതത്തിൽ രഹസ്യമായി തന്ന ചില ദൂതുകൾ ഇവിടെ വന്നത് ഒരു നിവൃത്തീകരണമാണ്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് വാതിൽ പോലെ ഞാൻ തുറന്ന് ഫെബ്രുവരിക്ക് ശേഷം ദൈവാത്മാവ് കാണിച്ചു തരുമെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായിട്ടും ആത്മാവിൽ ദൂത് പറയാം ദൈവാത്മാവ് ഇടപെടുകയാണ്. ഇതുപോലെ ഞാൻ ആത്മാവിൽ പറയാം, ഇരുട്ടിൽ നിന്ന് വെളിച്ചമുദിക്കണമെന്ന് അരുൾ ചെയ്ത ദൈവം ആ പ്രകാശം നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഇന്ന് തളർന്നിരിക്കുന്നവരും, ഇന്ന് ക്ഷീണിച്ചിരിക്കുന്നവരും, ഇന്ന് ഒതുക്കപ്പെട്ടവരും ദൈവാത്മാവിൽ ജയം കാണുന്ന വർഷമായി 2026 എന്റെ ദൈവം തീർത്ത് വിടുവിക്കാൻ പദ്ധതിയുണ്ട്. സ്തോത്രം, സ്തോത്രം. ആ പദത്തിൽ നിന്ന് അടുത്ത വാക്യത്തിലേക്ക് എനിക്ക് പോകണമെന്നുണ്ട്. പക്ഷെ കർത്താവ് ഇതിൻ്റെ അകത്ത് ഓരോരുത്തരെയും ഇങ്ങനെ ഉദിപ്പിക്കുന്നത് പോലെ ഉദിപ്പിക്കുന്ന ദൈവപ്രവൃത്തി കർത്താവിനെ കാണിക്കുക. ബ്രദറെ, നിരാശപ്പെടേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഒത്തിരി നിരാശകൾ ജീവിതത്തിനകത്തുണ്ട്. നിരാശയിൽ ഒത്തിരി ഇരുന്നു പോയി. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ചെയ്തതിനൊന്നും പൂർണ്ണമായ റിസൾട്ട് ഇതുവരെ കണ്ടിട്ടില്ല. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് മനസ്സിൻ്റെ അകത്തുനിന്ന് ഉത്സാഹവും നഷ്ടപ്പെട്ടതുപോലെ ഉത്സാഹവും നഷ്ടപ്പെട്ടിരിക്കുക. എന്നൊരു പുതുജീവൻ ഞാൻ തരും, ഒരു ബലം ഞാൻ പകരും, എഴുന്നേൽപ്പിക്കും എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായും ആലോചന വിളിച്ചു പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. അമ്മയുണ്ട്, അമ്മ ഇവിടെ വന്നിട്ടുണ്ടോ? 2 കാലിൻ്റെ അകത്തും 2 കാലുമായി ബന്ധപ്പെട്ട് ഉപ്പൂറ്റി മുതൽ മുകളിലോട്ട് അസ്ഥികളെ പിടിച്ചിട്ടിരിക്കുന്നത് പോലെ ഒരു വേദനയിൽ നിൽക്കുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് അവിടെ സൗഖ്യം അയക്കുന്ന ദൈവപ്രവൃത്തിയും വെളിപ്പെടുത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന പറഞ്ഞ് ഉറപ്പിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിൻ്റെ അകത്ത് വന്നു കയറിയിരിക്കുന്ന ഭീരുത്വത്തിൻ്റെ തലം പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി
വാതിലുകളെ തുറക്കാൻ പോകുന്നെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. പല മേഖലകളിലും മുട്ടി നോക്കിയിട്ടും തുറക്കാതെ അടഞ്ഞു പോയതിൻ്റെ നിന്നയുടെ തലം ദൈവാത്മാവ് മാറ്റി ജയം വെളിപ്പെടുത്തി പുതുവഴികളിലേക്ക് ദൈവാത്മാവ് നടത്തി. ഒരു രേഖ ചലിക്കുന്നത് പോലെ ആത്മാവ് ചിലതിനെ ചലിപ്പിക്കാൻ ദൈവാത്മാവിന് പദ്ധതി ഉണ്ട്. 2022 ബന്ധപ്പെട്ട് പൊങ്ങി വരേണ്ട, വിടുവിക്കപ്പെടേണ്ട, കരത്തിൽ വരേണ്ട ചില അവകാശങ്ങൾ മൂടിക്കിടക്കുന്നത് പരിശുദ്ധാത്മാവ് തുറന്ന് 2026 ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ട് ഒരു വിടുതലിലേക്ക് പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുക. ഇനി ഒതുക്കി വയ്ക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഒതുങ്ങിപ്പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, ജയമായി ഞാൻ നടത്തുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന വിളിച്ചു പറയുക. ഒന്ന് മാറി ജീവിതത്തിൻ്റെ ഭാരം ആഴത്തിൽ വന്ന് ഹൃദയത്തിലേക്ക് വീണ് തളർന്നു പോയതുപോലെ ജീവിതത്തിൽ നിൽക്കുന്ന സാഹചര്യം ഇന്ന് പകൽ കല്ലുകൾ ഉരുട്ടി മാറ്റി ഇനി ആ ഭാരം കയറി വരാൻ എൻ്റെ ദൈവം സമ്മതിക്കാതെ ഒരു ഉറവയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ കർത്താവ് കൊണ്ടുപോകാൻ പോവുകയാണ്. ചില യാത്രകളുണ്ട്. ആത്മാവിൽ പ്രാർത്ഥിച്ചു, കർത്താവ് കൊണ്ടുപോകാൻ പോവുകയാണ്. ഇന്ന് പകൽ ആത്മതലത്തോടും മാനസിക തലത്തോടും വല്ലാതെ യുദ്ധം ചെയ്യുന്ന ശക്തി ദൈവാത്മാവിൽ തകർന്നു പോകും. ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കണമെന്ന് അരുൾ ചെയ്ത ദൈവം എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഇന്ന് പകൽ വീണ്ടും ദൈവാത്മാവ് ആവർത്തിച്ചു പറയുന്നു, അത് ഉദിക്കുന്നത് സഭ കാണാൻ പോകുകയാണ്. സഭയിൽ ആ വെളിച്ചം വരുന്നത് ഈ ദേശം കേൾക്കാൻ പോകുകയാണ്. ദൈവാത്മാവ് തലത്തിലേക്ക് സഭയെ പണിതെഴുന്നേൽപ്പിക്കട്ടെ എന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കണമെന്ന് അരുൾ ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ആ പ്രകാശനം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന ദൈവപ്രവൃത്തിയായി പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. നോക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉദിക്കണമെന്ന് അരുൾ ചെയ്ത ദൈവം, അത് നമുക്കറിയാം. പഴയ നിയമത്തിൽ ഭൗതിക വെളിച്ചത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ഉളവാകട്ടെ എന്ന് പറഞ്ഞ് ഉളവാക്കിയ വെളിച്ചത്തെ പോലെ തന്നെ ദൈവാത്മാവ് ചിലരുടെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് അത്ഭുതകരമായി ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വെളിച്ചം വിളങ്ങുന്ന, മറ്റൊരു രീതി പറഞ്ഞാൽ ആ വെളിച്ചം വിളങ്ങേണ്ടതിന് ജനത്തെ ഒരുക്കുന്ന ഒരിടമായി പരിശുദ്ധാത്മാവ് സഭയ്ക്ക് മേൽ പരിജ്ഞാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും വചനത്തിന്റെ വാതിൽ തുറന്ന് അവൻ ജനത്തെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. സ്വന്തം അന്ധകാരം ഉണ്ടോ? അവിടുന്ന് ഓടിപ്പോകത്തില്ല. ഇരുട്ടുണ്ടോ? ഓടിപ്പോകാൻ ദൈവാത്മാവ് അനുവദിക്കത്തില്ല. ദൈവാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു, നിന്നെ വിളിച്ച ദേശത്ത്, നിന്നെ തെരഞ്ഞെടുത്ത കുടുംബത്തിൽ, ആ ജാതീയ പശ്ചാത്തലത്തിന്റെ അകത്തു തന്നെ ഒരത്ഭുത വെളിച്ചമായി പ്രകാശിച്ചു നിൽക്കാൻ, പുറത്തു വരാൻ ആത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും ദൈവിക പരിജ്ഞാനം കൊണ്ട് എന്റെ സ്വർഗം നിറയ്ക്കാൻ പോകുന്നെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായ ആലോചന പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. റാധേ നഗൽക്കന ഒന്നാത്മാവിൽ പ്രാർത്ഥിച്ച് ചില വ്യക്തികളുടെ ജീവിതത്തിൽ കിടക്കുന്ന ജയിക്കാൻ കഴിയാത്ത കുരുക്കുകൾ, അച്ഛാ ഈ രണ്ടാമതിരിക്കുന്ന ഈ അച്ഛനോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, റാധേ ഒത്തിരി അധ്വാനിച്ചു നോക്കുന്നുണ്ട്, സ്തോത്രം, ഒത്തിരി കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ട്, സ്തോത്രം. പക്ഷെ ഒന്ന് സ്റ്റെപ്പ് വെച്ച് കയറി വരുമ്പോൾ ഇടിഞ്ഞ് താഴോട്ട് പോവുകയാണ്. പിന്നെ ഒന്നേന്ന് തുടങ്ങും. ഇങ്ങനെ ജീവിതത്തിൻ്റെ അകത്ത് സ്റ്റെപ്പ് വയ്ക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി, സ്തോത്രം. എന്നാൽ ഇന്ന് വരെ ഇവർ പൂർണ്ണ ജയത്തിലേക്ക് എത്താൻ കഴിയാതെ, സ്തോത്രം, നിരാശപ്പെട്ട് നിൽക്കുന്നു, സ്തോത്രം. പിന്നാമ്പുറങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ക്രമീകരിക്കപ്പെടേണ്ട, സ്തോത്രം, ചെയ്തു തീർക്കണ്ട, എഴുന്നേറ്റ് വരണ്ട ഒത്തിരി മേഖലകൾ പരാജയമായി കിടക്കുക, സ്തോത്രം. ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുകൾ കയറി കിടപ്പുണ്ട്, സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു,
ഞാൻ വിടുതൽ തരും. അച്ഛനോട് പറയുമ്പോൾ ഈ ഉദരത്തിൻ്റെ ഇടത് സൈഡ് അടിഭാഗത്ത് ഈ കുത്തുന്ന വേദനയുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവിനെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ പകൽ ആ സൗഖ്യം അയക്കുമെന്നും ദൈവിക ജയം തരുമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. മടുത്തുപോയി, ഒത്തിരി മടുത്തുപോയി. ഇന്ന് മടുത്താ നിൽക്കുന്നത്. ആശ്വാസത്തിന് ഒരു വഴിയില്ലേ എന്ന് ചോദിച്ച് നിൽക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു, ഒരു വെളിച്ചം കാണും, ഒരു വെളിച്ചം കാണും. നീണ്ട വർഷത്തെ ഇരുട്ടാ കിടക്കുന്നത്, നീണ്ട വർഷത്തെ ഇരുട്ട്. അത് അധ്വാനത്തിനകത്താ കിടക്കുന്നത്, നന്മയില്ലാതെ നിൽക്കുക. പരിശുദ്ധാത്മാവ് അതിനെ തുടച്ചു മാറ്റി ഒരു വെളിച്ചത്തിലേക്ക് നയിക്കുന്ന വർഷമായി കർത്താവ് ഈ ദിവസങ്ങളിൽ തൊട്ടെഴുന്നേൽപ്പിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഒന്നുകൂടി കർത്താവ് സഭയോട് പറയുന്നു. നമുക്കറിയാം, യശപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നൊരു വാക്യമാണ് കർത്താവിനെ വെളിപ്പാടായി കാണിക്കുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവാത്മാവ് സഭയോട് പറയുന്നു, ഇത് എഴുന്നേൽക്കേണ്ട സമയമാണ്, ഇത് പ്രകാശിക്കേണ്ട സമയമാണ്, ഇത് പുറത്തു വരേണ്ട സമയമാണ്. പ്രകാശം വരാൻ കാത്തിരിക്കുകയല്ല, വന്ന പ്രകാശത്തെ അധികം ജ്വലിപ്പിക്കുന്ന ദൈവപ്രവൃത്തിയിലേക്ക് പരിശുദ്ധാത്മാവ് സഭയെ കൊണ്ടുപോകാൻ ഈ പകൽ പദ്ധതിയുണ്ടെന്ന് ആത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. അവിടെ പറയും, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എവിടെ വന്നിരിക്കുന്നത്? അന്ധകാര ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുമ്പോൾ, അവൻ ഒരു ഭാഗത്ത് ജനം മൂടിക്കൊണ്ടിരിക്കുമ്പോൾ, തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, നിരാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, കൂരിട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ നടുവിൽ ഒരു ജ്യോതിസിനെ പോലെ പ്രകാശിക്കേണ്ടതിന് ദൈവാത്മാവ് സഭയെ അഭിഷേകം ചെയ്യുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. സ്വത്രം. എന്റെ ചിന്തയിൽ ഇരുട്ടുള്ളവിടത്ത് ഏറ്റവും പ്രകാശിക്കുന്ന വ്യക്തിയായി വിശ്വാസമുണ്ടോ? ഇരുട്ട് കാണും. ഇവിടെ ഈ ദേശത്ത് ഇരുട്ടുണ്ട്, നമ്മുടെ രാജ്യത്ത് ഇരുട്ടുണ്ട് എന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുന്നു. അതിനു നടുവിൽ ജ്വലിക്കുന്ന വ്യക്തിയായി, അതിനു നടുവിൽ പ്രകാശിക്കുന്ന വ്യക്തിയായി, അതിനു നടുവിൽ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ തേജസ് പ്രാപിച്ച വ്യക്തിയായി ആത്മാവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ സാക്ഷ്യം പറഞ്ഞു, ഞങ്ങളുടെ രണ്ട് പശ്ചാത്തലത്തിൽ നിന്നും ആരും വിശ്വാസത്തിലില്ല. എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർ പന്തളത്ത് അവര് ഞങ്ങൾ ഈ ദേശത്തുനിന്ന് ഓടിച്ചു വിടാൻ, അവർ മുസ്ലിം കുടുംബമാണ്, അവനാവുന്നത് കഠിനമായി പ്രയത്നിച്ചു. പക്ഷെ ഇന്ന് വരെ പറ്റിയിട്ടില്ല. ഒരിക്കലൊരു മന്ത്രവാദിയുടെ അടുക്കൽ അവർ പോയി. അവിടെ ചെന്നിട്ട് എൻ്റെ വൈഫിനെ വിളിച്ചു, നിങ്ങൾ ഈ പട്ടണത്തിൽ നിന്ന് വിടാൻ വേണ്ടി ഞങ്ങൾ വന്നതാ. പക്ഷെ മന്ത്രവാദി അവരോട് പറഞ്ഞൊരു വാക്ക്, അവരെ തൊടാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ഞാൻ ആത്മാവി പറയാം, ഈ വെളിച്ചം നിന്റെ അകത്തുണ്ടോ? ഈ പ്രകാശം നിന്റെ അകത്തുണ്ടോ? ഒരാവിചാരകനോ ഒരു ഇരുട്ടിനോ ഒരു ദേശശക്തിക്കോ നിന്നെ തൊടാൻ പറ്റാത്തത് പോലെ ദൈവാത്മാവ് നിന്നെ വിടുവിച്ച് ഒരു ജയമാക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. അന്ന് ആ മന്ത്രവാദിയുടെ അടുക്കൽ പോയവർ കഴിഞ്ഞ 2 മാസമായിട്ട് ഞങ്ങളുടെ അടുക്ക് പ്രാർത്ഥിക്കാൻ വരുക. ദൈവാര ഇത് പകരം ഞാൻ ആത്മാവി പറയാം, നിന്നെ ഓടിക്കാൻ നോക്കിയവർ, നിന്നെ നിന്ദിച്ചവർ, നിന്നെ പരിഹസിച്ചവർ, നിന്നെ വേദനിപ്പിച്ചവർ നിന്റെ അടുക്കൽ വരുന്നത് പോലെ നിന്നെ ഒരു പ്രകാശമാക്കി, നിന്നെ ഒരു ജയമാക്കി എന്റെ ദൈവം പണിതെടുക്കുമെന്ന് ഇപ്പൊ ശക്തമായി ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. ശബരബദചകതം. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച്, പറ്റുമെങ്കിൽ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച്, നമ്മുടെ മുമ്പിൽ സമയത്തിന് പരിമിതി ഉണ്ടല്ലോ, ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവിനോട് വ്യക്തമായി ഇങ്ങനെ ഒരു ശബ്ദം കേൾപ്പിക്കുന്നു, ദേശത്തിന്റെ കലക്കം ഞാൻ മാറ്റാൻ പോകുന്നു. എന്തോ ഈ ദേശം ഇങ്ങനെ കലങ്ങി മറയുന്നത് പോലെ കാണിച്ചിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ ദേശത്തിന്റെ കലക്കം മാറ്റി തെളിഞ്ഞ നീരുറവ തുറക്കുന്നത് പോലെ ആത്മാവ് ഒരു വലിയ പ്രവൃത്തി ദേശത്തിന് നടുവിൽ ചെയ്തെടുക്കാൻ
തന്റെ ഉണർവ് ആരംഭിച്ചു തുടങ്ങിയെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന പറയാം. ദൈവാത്മാവ് ഇടപെടുകയാണ്. ശബന റബന ചകതം അടകതനകൽക്കന റാധേനകൽക്കന ശബന റബന ചകതം അടകമന. ഏറ്റവും ബാക്കിലിരിക്കുന്ന ഫാമിലിയോട്, അച്ഛനോട് ദൈവമഹത്വത്തിന് കൂട്ടുനിൽക്കാൻ പരിശുദ്ധാത്മാവ് ദേശത്ത് കണ്ട വ്യക്തിയാണ്. ഒട്ടും പുറകോട്ട് പോകരുത്. വലിയ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവിന് ചെയ്തെടുക്കാനുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുക. ഈ വിതച്ചിട്ടിരിക്കുന്ന ചിലത് മുളയ്ക്കാതെ കിടക്കുക. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നു, ഞാൻ അതിനെ മുളപ്പിച്ചെടുക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിന് 30-ാം വാക്യം, നിങ്ങൾ ഈ ആണ്ടിൽ പടിവിത്ത് മുളയ്ക്കുന്നത്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നു, അതൊരു ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയാണ്. മുളയ്ക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത വിത്ത പടിവിത്ത്. അതാ ദൈവദാസനോട് മാത്രമല്ല, ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളോടുമുള്ള പ്രവചനമാണ്. ഒരു സാധ്യതയും ഇല്ലാത്ത വിത്ത് മുളപ്പിക്കുന്നത് പോലെ ദൈവാത്മാവ് ചിലത് മുളപ്പിച്ചെടുക്കാൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന വിളിച്ചു പറയുകയാണ്. ഞാൻ ആ വാക്യം കയറി വന്നത് കൊണ്ട് സഭയോടും പ്രത്യേകിച്ച് ആ കുടുംബത്തോടും ഇതിനകത്തിരിക്കുന്ന പലരോടും ആ വാക്യം ദൈവാത്മാവ് ഇടപെടുന്നു. പടിവിത്ത് മുളയ്ക്കുന്നത് കാണും. ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ അശൂർ കയറി വന്ന് തങ്ങളുടെ സകല കാർഷിക അനുഭവം നഷ്ടപ്പെടുത്തി ദേശത്തെ മുടിച്ചിട്ടിരിക്കുമ്പോൾ പ്രവാചകനായ യെശയ്യാവിൽ കൂടി വന്ന ഒരരുൾപ്പാടാണ് പടിവിത്ത് മുളയ്ക്കുമെന്ന്. ചില നട്ടങ്ങൾക്കകത്ത് ദൈവാത്മാവിന് പ്രവചനമായി പറയുന്നു, നിങ്ങളോട് കേൾപ്പിച്ചിട്ടിരിക്കുന്ന ചില പ്രവചനങ്ങൾ ദൈവ ശബ്ദമായി വെളിച്ചമായി മുളച്ചു വരാൻ പോകുന്നെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഞാൻ ആ വാക്യത്തിന്റെ ചരിത്രമൊന്ന് നോക്കിയപ്പോൾ ഇസ്ലാമിന്റെ വടകാലഘട്ടത്തിൽ ശത്രു കയറി വന്നിട്ട് എല്ലാം നശിപ്പിച്ചു. പിന്നെ കാർഷിക അനുഭവമില്ല. അശൂരിന്റെ സൈന്യത്തെ പിന്നിലേക്ക് വലിച്ചുകൊണ്ട് പോയി ദൈവം ഓടിച്ചു വിട്ടു. പക്ഷെ വിതയ്ക്കാൻ വിത്തില്ല. വിതയ്ക്കാനില്ലാത്തവിടത്ത് ദൈവം ഒന്നിനെ മുളപ്പിക്കുക, ഒരു പടിവിത്തിനെ ദൈവം മുളപ്പിക്കുക. എൻ്റെ ചിന്തയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഉളവാകട്ടെ എന്ന് കൽപ്പിച്ചു മുളപ്പിച്ചതുപോലെ ദൈവത്തിന് പ്രിയപ്പെട്ടവര് വിതയ്ക്കാനില്ലാത്ത ചില കരത്തിൽ, വിതയ്ക്കാനില്ലാത്തവിടത്ത് ചിലത് മുളപ്പിക്കുന്ന വർഷമായി ആത്മാവ് 2026 പടുതെടുക്കുമെന്ന് ആത്മാവ് പ്രവചിച്ച് പറയാൻ ആത്മാവ് ഇടപെടുകയാണ്. മുളപ്പിക്കും പ്രകാശിപ്പിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ പരിശുദ്ധ പ്രവചന ശബ്ദമായി പറയുന്നു, മുളപ്പിക്കും. എവിടെയാ നീ തകർന്നത്? എവിടെയാ നീ വീണത്? എവിടെയാ ജാതീയ ശക്തി നിന്നെ ആക്രമിച്ചത്? ആ മണ്ണിൽ തന്നെ, ആ ദേശത്തിൽ തന്നെ, ആ പട്ടണത്തിൽ തന്നെ, ആ കുടുംബത്തിൽ തന്നെ ഇനി പൊങ്ങി വരത്തില്ല എന്ന് പറയുന്നവർക്ക് തന്നെ ദൈവ ശബ്ദത്തിന്റെ അകത്ത് നീ മുളച്ചു വരുമെന്ന് ആത്മാവിടപെടുകയാണ്. സ്വത്രം ഒരു അസാധ്യമായ സംഭവമാണ്, ഒരു അസാധാരണമായ സംഭവമാണ്. പ്രവാചകൻ ഹിസ്കിയാവിനോട് പറയുക, ശത്രുവിനെ ഓടിക്കുക മാത്രമല്ല, ഓടിച്ചെങ്കിൽ ചിലത് മുളപ്പിക്കുമെന്ന്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ്, അതിന്റെ ഓരോ പദമെടുക്കാൻ സമയമില്ല. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ശത്രുവിനെ ഓടിച്ചുവെന്ന് മാത്രമല്ല, മുളയ്ക്കുന്ന ചില അടയാളങ്ങൾ ആത്മാവ് കാണിക്കാൻ പോകുന്നു. സ്വത്രം അവിടെ പറയുന്ന വാക്യം എങ്ങനെയാ? നിങ്ങൾ ഈ ആണ്ടിൽ പടിവിത്ത് വിളയുന്നതും മുളയ്ക്കുന്നതും, 2-ാം ആണ്ടിൽ താനെ കിളർക്കുന്നതും, 3-ാം ആണ്ടിൽ വിതച്ചു കൊയ്യുന്നതും കാണും. ഇതൊരടയാളമായിരിക്കും, ഇതൊരടയാളമായിരിക്കും. ചില നട്ടത്തിൽ കൂടി പോകുന്നവരോട്, ശൂന്യതയിൽ കൂടി പോകുന്നവരോട്, വിതയ്ക്കാൻ വിത്തില്ലാത്തവരോട് ആത്മാവ് പറയുന്നു, ദൈവം ചിലത് സൃഷ്ടിച്ച് മുളപ്പിക്കുന്നത് പോലെ മുളപ്പിച്ചെടുക്കാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്വത്രം ആ 3 പേരോട്
പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ചില മുളപ്പിക്കാനാണ് കൊണ്ടുവന്നത്. സ്തോത്രം. ഒത്തിരി ഭാരമുണ്ട്. സ്തോത്രം. തകർത്ത് കളഞ്ഞു ശത്രു. കണ്ണാടി വെച്ച ആൻറ്റിയോടും അതിനപ്പുറത്തോട്ട് 3 പേരോട് ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, ഒരു ജയത്തിലേക്ക് ഞാൻ കൊണ്ടുവരും, ദൈവപ്രഭത്തിലേക്ക് ഞാൻ എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. തോളത്ത് വെച്ചിരിക്കുന്ന ഭാരം ഭയങ്കരമായ ഭാരമാണ്. സ്തോത്രം. അതിനെ ലഘൂകരിക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ കർത്താവ് ലഘൂകരിക്കാൻ പോവുകയാണ്. ചില നിക്ഷേപങ്ങൾ തുറന്നു വരേണ്ടതിന് കാത്തിരിക്കുന്ന വിഷയമുണ്ട്. പരിശുദ്ധാത്മാവ് ആ നിക്ഷേപത്തെ തുറക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ആലോചന പറഞ്ഞ് ഉറപ്പിക്കാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. നിങ്ങളെ കൊണ്ടുവന്ന ദേശത്ത്, എവിടെ നിന്നാണോ ഇവിടെ കൊണ്ടുവന്ന ദേശത്ത് ഒരത്ഭുതമായി നിൽക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ആലോചന പറഞ്ഞ് ഉറപ്പിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. തടസ്സങ്ങളെ കല്ലുകൾ കഥ ഉരുട്ടി മാറ്റിക്കളയാൻ പോകുന്നു. ഇനി അത് ആവർത്തിച്ച് പിന്നിൽ കയറാൻ കഥാവ് അനുവദിക്കാതെ പരിശുദ്ധാത്മാവ് വിടുവിക്കും. ഒത്തിരി ഉത്സാഹിക്കുന്നവളാണ്, ഒത്തിരി ഉത്സാഹിക്കുന്ന ഭവനമാണ്. പക്ഷെ ആ ഉത്സാഹത്തിനൊത്തവണ്ണം ഇതുവരെയും ജയം കയറി വന്നിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മ പറയുന്നു, ഇനി അങ്ങനെ സംഭവിക്കത്തില്ല, ജയം വരും നിശ്ചയമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധമായി ശക്തമായി പറയുന്നു. ഈ കഴിഞ്ഞ മൂന്ന് വർഷമായി കരയുന്ന ചില മേഖലകൾ പരിശുദ്ധാത്മാവ് ക്രമീകരണത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. അത് പ്രത്യേകിച്ച് ജോലി, അതോടൊപ്പം തന്നെ സമ്പത്തുമായി ബന്ധപ്പെട്ട് അമ്മ കരയുന്ന ചില മേഖലകൾ പരിശുദ്ധാത്മാവിൻ്റെ ജയത്തിലേക്ക് കർത്താവ് നടത്താൻ പോകുന്നെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുക. ഭയങ്കര മനസ്സ് കൊടുക്കാൻ, പക്ഷെ അതിനൊത്തവണ്ണം പ്രാപിക്കാൻ കഴിയാതെ ഞെരുക്കുന്ന ചില മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് അവസാനിപ്പിച്ചിട്ട് ഒരു പടുവിത്ത് മുളപ്പിക്കുമെന്ന് പറഞ്ഞതുപോലെ ഞാനത് മുളയിട്ട് ഒരു ജയമാക്കി. നമ്മളവിടെ വായിച്ച വാക്യത്തിൽ 1-ാം ആണ്ട്, 2-ാം ആണ്ട്, 3-ാം ആണ്ടെന്ന് 3 വർഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ന് പകൽ ദൈവത്തിന് പരിശുദ്ധാത്മ പറയുന്നു, എവിടെയോ നട്ടങ്ങളുടെ വർഷങ്ങൾ പറയുന്നവർ അതിനെ തിരിച്ചു പിടിച്ച് താനെ കിളിർക്കുന്നത് പോലെ, വിതച്ചു കൊയ്യുന്നത് പോലെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഉത്ഭവിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമുക്ക് ഒരുമിച്ചൊന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എനിക്ക് തന്ന സമയം കഴിഞ്ഞു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ച് എല്ലാ കണ്ണുകളും അടച്ചൊന്ന് പ്രാർത്ഥിച്ച്, നിങ്ങൾ ഈ ആണ്ടിൽ മുളയ്ക്കും, നിങ്ങൾ ഈ ആണ്ടിൽ പ്രകാശിക്കും. വെറുമൊരു പ്രകാശമല്ല, ജാതികളെ പ്രകാശിപ്പിക്കുന്നത് പോലെ, ദേശത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ, പട്ടണത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ അത്ഭുത വെളിച്ചമാക്കി പ്രകാശിപ്പിക്കാൻ ദൈവാത്മാവിന് പദ്ധതിയുണ്ട്. നമ്മൾ വായിച്ച കുറുവാക്യത്തിൽ യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിരിക്കുന്നു. ഈ പകലൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആ ദൈവ തേജസ് യേശുവിലേക്ക് നോക്കുന്നവരുടെ ഉള്ളത്തിലേക്ക് തന്ന് ദേശത്തൊരു അത്ഭുത പ്രകാശമായി, ദേശത്തൊരു അത്ഭുത വെളിച്ചമായി ദൈവാത്മാവ് തീർക്കാൻ പോകുന്നെന്ന് കർത്താവ് ഇടപെടുകയാണ്. കർത്താവ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശാരീരികമായി വൈകല്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, ദൈവിക ജയങ്ങൾ വെളിപ്പെട്ടു വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യങ്ങൾ നടക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. സ്കിന്നിൻ്റെ അകത്ത് നിൽക്കുന്ന, പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ പുറകുവശത്ത് തോളിൻ്റെ പുറകിൽ സ്കിന്നിൽ പാടുപോലെ വരുന്നൊരു വ്യക്തി കർത്താവിൽ സൗഖ്യമാകുന്ന വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിപ്പോൾ സൗഖ്യമാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. ഞാൻ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ വ്യാപരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇത്രത്തോളം സമയം അനുവദിച്ച കർത്താവിൻ്റെ ദാസന്മാരോടും ദൈവസഭയോടും നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു. രാവിലും പകലിലും ആ കൈ നിഴലായി നിന്നു, പരിധികളില്ലാതെ പരിപാലിച്ചതോർത്താൽ
രാവിലും പകലിലും ആ കൈ നിഴലായി നിന്നു. പരിധികളില്ലാതെ പരിപാലിച്ചതോ. രാവിലും പകലിലും, രാവിലും പകലിലും ആ കൈ നിഴലായി നിന്നു. പരിധികളില്ലാതെ പരിപാലിച്ചതോർത്താൻ എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ. ഞാൻ നിനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമായി. എങ്ങനെ കഴിഞ്ഞു പോയോരോ നിനച്ചതിലും അധികം നന്ദിയോടെ നന്ദി നന്ദി. ഞാനായതിൻ ആധാരം നീയേ. നന്ദി 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 യേശുവേ. എൻ വിശ്വാസത്തിൻ ചേർന്ന് പാടാൻ പോ. രാവിലും പകലിലും, രാവിലും പകലിലും ആ കൈ നിഴലായി നിന്നു. പരിധികളില്ലാതെ പരിപാലിച്ചതോർത്താൻ. രാവിലും പകലിലും ആ കൈ നിഴലായി നിന്നു. പരിധികളില്ലാതെ രാവിലും പകലിലും കൈനിഴലായി നിന്നു. പരിധികളില്ലാതെ രാവിലും പകലിലോ. രാവിലും ചേർന്ന് പാടാമോ? ആ കൈ നിഴലായിട്ട് നിന്നു. പരിധികളില്ലാതെ പരിപാലിച്ചു. ഒരിക്കൽ കൂടെ രാവിലും പകലിലും ആ കൈ നിഴലായി നിന്നു. ആ കൈ നിഴലായി പരിധികളില്ലാതെ എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ. ഞാൻ നിനച്ചതിലും അധികം എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ. അത്യന്തം പരമാശമ. നന്ദി നന്ദി ഓ ഞാനായതിൻ ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ടീമായിട്ട് ബാംഗ്ലൂർ ബദേലേജിയിലായിരുന്നു. ഫാമിലിയായിട്ടും ടീമായിട്ടും. അവിടെ നല്ല തണുപ്പായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ചിലർക്കൊക്കെ പനിയും അസ്വസ്ഥതയൊക്കെ ഉണ്ടായി. ഞങ്ങൾക്ക് നല്ല ബോഡി പെയിൻ ആയിരുന്നു. ഇന്ന് രാവിലെ ഞാൻ സാം ഇങ്ങോട്ട് വന്ന വഴിക്ക് മക്കളെ രണ്ടുപേരെയും രാവിലെ കയറ്റി വിട്ടു. ഇന്ന് വരാൻ പറ്റാത്ത രീതിയിലുള്ള അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു. പൊതുവെ ഒന്നും മടിച്ചു. കാരണം ബോഡി പെയിനും ചുമയും തൊണ്ടയൊക്കെ അടഞ്ഞ് ഇങ്ങനെ ഇരുന്നിങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഞാനും വൈഫോട് കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ആവി പിടിച്ചു. ആവി പിടിക്കുക ഇങ്ങനെ കുറിഞ്ഞിരുന്നപ്പോഴത്തേനും ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇന്ന് ആലയത്തിൽ പോകണം. ആവി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ആലയത്തിൽ ഇന്ന് പോകണം. വന്നില്ലെങ്കിൽ ദൈവം സംസാരിക്കുന്നത് ഞാൻ കേൾക്കാൻ പറ്റത്തില്ലല്ലോ. സ്തോത്രം. ഞാൻ വന്നിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചല്ലോ. ആമേൻ. കാരണം ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും ഇനി നമ്മൾ അടുത്ത് ആരാധിക്കുന്നത്
അടുത്ത വർഷമാണ്. അപ്പം ഈ ഒരു ദിവസം നന്ദിയോടെ കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ രാവിലും പകലിലും ആ കൈ നിഴലായിട്ട് നിന്ന് പരിധികളില്ലാതെ നമ്മളെ പരിപാലിച്ച ഒരു കർത്താവ്. ആമേൻ. സ്തോത്രം. ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് ഈ പാട്ട് ഇറങ്ങുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഞാൻ അതിൻ്റെ ഒരു അടുത്ത ലൈൻ ഇന്ന് ഇറങ്ങുന്നുണ്ട്. അടുത്തൊരു ലൈനോടൊന്ന് പാടാം. പലരെയും മറികടന്ന് എന്നരികെ വന്നു. അല്ലേ? രോഗികളുടെ ഒരു വലിയ കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം മറികടന്ന് എൻ്റെ അടുത്ത് വന്നു. അല്ലേ? പലരെയും മറികടന്ന് എന്നരികെ വന്നു. പിന്നെ ചടങ്ങുകളില്ലാതെ സൗഖ്യമാക്കിയതാണല്ലോ. ആമേൻ. പലരെയും മറികടന്ന എൻ്റെ അടുത്ത് വന്നത്. പിന്നെ ചടങ്ങില്ലാതെ എന്നെ എന്ത് ചെയ്തേ? പറ. സൗഖ്യമാക്കിയത്. പലരെയും മറികടന്ന് ആമേൻ എന്നരികെ വന്നു. ചടങ്ങുകളില്ലാതെ സൗഖ്യമാക്കിയതാണല്ലോ. പലരെയും മറികടന്ന് എന്നരികെ വന്നു. ചടങ്ങുകളില്ലാതെ അടുത്ത ലൈൻ ഇങ്ങനെയാണ്. എന്നെ കിടത്തിയ കിടക്കയെടുത്തന്ന്. എന്നെ കിടത്തിയ കർത്താവ് അങ്ങനല്ലേ പറഞ്ഞേ? സ്തോത്രം. എന്നെ കിടത്തിയ കിടക്കയെടുത്തന്ന നടന്നു തുടങ്ങിയതാ ആ വാക്കിൻ ശക്തിയാൽ. നിന്നെ കിടത്തേണ്ട ഒരു കിടക്കയുണ്ടായിരുന്നു. നിന്നെ അതിന് തന്നെ ചൂട്ടി കെട്ടിയേനെ. പക്ഷെ സൗഖ്യമാക്കിയ കർത്താവ് നിന്നോട് പറയും, നീ ഇതെടുത്തോണ്ട് നടക്കാൻ പറയും. ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. നിനക്ക് ചടങ്ങില്ലാതെ കർത്താവ് സൗഖ്യം തരും. അവൻ നീ ആ കിടക്ക കൊണ്ട് തീരേണ്ടതാണ്. കർത്താവ് പറയും നീ ഇതെടുത്ത് നടക്കാൻ പറയും. നീ നടക്കുമ്പോൾ ചിലർ നിന്നെ കാണുമ്പോൾ ചോദിക്കും ഇതെന്താണെന്ന്. അപ്പോൾ പറയും ഈ കിടക്കയിൽ ഞാൻ കുറേ നാൾ കിടന്നതാണ്. എന്നാൽ എൻ്റെ കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു. നമ്മുടെ ഇരിപ്പിടങ്ങളെ വിട്ടൊന്ന് എഴുന്നേറ്റ് നിന്ന് പലരെയും മറികടന്ന് എന്നരികെ വന്നു. ചടങ്ങുകളില്ലാതെ സൗഖ്യമാക്കിയതാണല്ലോ. പലരെയും മറികടന്ന് എന്നരികെ വന്നു. ചടങ്ങുകളില്ലാതെ സൗഖ്യമാക്കിയതാണല്ലോ. എന്നെ കിടത്തിയ കിടക്കയെടുത്തന്ന് നടന്നു തുടങ്ങിയതാ ആ വാക്കിൻ ശക്തിയാൽ. എന്നെ കിടത്തിയ കിടക്കയെടുത്തന്ന് നടന്നു തുടങ്ങിയതാ ആ വാക്കിൻ ശക്തിയാൽ. നന്ദി 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 ദൈവമേ. ആധാരം നീയേ.
നിലച്ചതിലും അധികം എങ്ങനെ കഴിഞ്ഞു പോയോരോ ആശ്ചര്യമേ ഞാൻ നിലച്ചതിലും അധികം അത്യന്തം ഫലമാ നന്ദി നന്ദി ദൈവമേ ഞാനായത് ആധാരം നീയേ നന്ദി യേശുവേ എൻ വിശ്വാസത്തിൽ ആനന്ദം നീയേ നന്ദിയോടെ നന്ദി ദൈവമേ ഞാനായത് ആധാരം നീയേ Holy Spirit, രാവിലും പകലിലും ആ കൈ നിഴലായി നിന്നു പരിധികളില്ലാതെ പരിപാലിച്ചതോർത്താൽ രാവിലും പകലിലും ആ കൈ നിഴലായി നിന്നു പരിധികളില്ലാതെ പരിപാലിച്ചത് എങ്ങനെ കഴിഞ്ഞു പോയി എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ ഞാൻ നിലച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ ഓ എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ ഞാൻ നിലച്ചതിലും അധികം അത്യന്തം പരമാ നീ നല്ലവൻ സർവവല്ലഭൻ അങ്ങേ പോലൊരു ദൈവമില്ല ഓ നീ നല്ലവൻ സർവവല്ലഭൻ അങ്ങെപ്പോലൊരു ദൈവമില്ല നീ നല്ലവൻ അങ്ങേ പോലൊരു ദൈവ എല്ലാ കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ 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 എല്ലാ കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ അതാത് സ്ഥാനങ്ങളിലിരിക്കാം. ഹല്ലേലൂയ. കർത്താവ് തന്ന നല്ല ജയത്തിനായി സ്തോത്രം. അടുത്ത വർഷത്തിലേക്കുള്ള തുടക്കമായി കർത്താവ് തൻ്റെ ദാസനിലൂടെ കേൾപ്പിച്ച ആ ദൈവശബ്ദത്തിനായി ഞങ്ങൾക്ക് ദൈവത്തിന് ഒന്ന് കരമുയർത്തിക്കൊണ്ട് നന്ദി പറഞ്ഞാട്ടെ. വെളിച്ചമുണ്ടാകും. അടുത്ത പറഞ്ഞേ, അടുത്ത വാക്കാം മുളപ്പിക്കും. അത് 2026 കയറുന്ന ഗ്ലോറിയസ് റിവൈവൽ ഇൻ്റർനാഷണൽ മിനിസ്ട്രിയോടുള്ള ഒരു പ്രവചന ശബ്ദമായി നമ്മളതിനെ സ്വീകരിക്കുകയാണ്. ഒന്ന് കരം ഉയർത്തി ഒന്ന് മടക്കി പിടിച്ചാട്ടെ. കരം ഒന്ന് ഉയർത്തിക്കൊണ്ടൊന്ന് മടക്കി പിടിച്ചാട്ടെ. ഞങ്ങളത് സ്വീകരിക്കുന്ന യേശുവിൻ നാമത്തിൽ. ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന പോലെ കരം താത്തി വയ്ക്കല്ലോ. കരം ഉയർത്തി പിടിച്ചുകൊണ്ട് ചിലത് ഞങ്ങളുടെ മേടയിൽ മുളച്ചു വരും കർത്താവേ. താങ്ക് യു ജീസസ്. ചില വെളിച്ചത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. താങ്ക് യു ലോർഡ്. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ശബ്ദമുയർത്തി ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. ഈ ലൈവിലൂടെ കാണുന്ന ഞങ്ങളുടെ വാച്ച് ചെയ്യുന്നവർക്ക് വേണ്ടി ഞങ്ങൾ അറിയിക്കുന്നു, നമ്മുടെ ന്യൂ ഇയർ സർവീസ് ഈ 31-ാം തീയതി വൈകിട്ട് 8 മണി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്നവരും കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിക്കാണ്. 8 മണി തൊട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചില പ്രോഗ്രാം ഉണ്ടായിരിക്കും. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഉത്സാഹത്തോടെ
ഈ കാര്യങ്ങൾക്ക് വേണ്ടി വിടുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ആരും ഇതിനകത്ത് ഉപേക്ഷയായി വിചാരിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ന്യൂ ഇയർ സർവീസിൻ്റെ സമയങ്ങളിൽ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ കർത്താവിൻ്റെ ദാസൻ തന്ന നിർദ്ദേശത്തിൽ നിങ്ങളോട് പറയുകയാണ്. ഒരാൾക്ക് പോലും അതിനകത്തൊരു അലക്ഷ്യത കാണിക്കരുത്. ദൈവത്തിൻ്റെ സഭയാണ്, ദൈവത്തിൻ്റെ രാജ്യമാണ്, ദൈവപ്രവൃത്തികളാണ് വളർന്നു വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് പാസ്റ്ററിനെ പോലും ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ സൺഡേ സ്കൂൾ ടീച്ചറാണ്. എന്നോടൊരാൾ പറഞ്ഞതാണ്, സൺഡേ സ്കൂൾ ടീച്ചറിന് ഒരു കുഞ്ഞിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് സാധിക്കും. അതുകൊണ്ട് സൺഡേ സ്കൂളിലുള്ള ടീച്ചേഴ്സ്മാർ കുറച്ചും കൂടെ ഗൗരവമായി ഈ കാര്യങ്ങൾ കണ്ട് ശുശ്രൂഷയിൽ തുടരുവാൻ, ഇത് ദൈവത്തിൻ്റെ രാജ്യമാണ്, ദൈവത്തിൻ്റെ കൂട്ടായ്മയാണ് എന്നോർത്തുകൊണ്ട് ഗൗരവത്തോടെ അതിനെ കാണുവാൻ ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന രീതിയിൽ കർത്താവിൻ്റെ ദാസൻ സജീവൻ പാസ്റ്റർ തന്ന നിർദ്ദേശപ്രകാരം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. കർത്താവ് സഹായിക്കട്ടെ. കരമുയർത്തി ഒന്ന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് 31-ാം തീയതി 8 മണിക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമുണ്ട്. 9 മണി തൊട്ട് ഇവിടെ വർഷിപ്പ് ലൈവ് സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ കടന്നു വരുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഒരു കലണ്ടർ നമ്മൾ സഭയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. നമ്മുടെ തീം ചേർത്ത ഒരു കലണ്ടർ, അത് പ്രസ് അതിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ ലഭിച്ചിട്ടുണ്ട്. അതിന് 50 രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്. അടുത്തിരിക്കുന്ന ആളോട് പറ, ഒരു കലണ്ടർ മേടിച്ചിട്ടേ പോകാവൂ. നമ്മുടെ ട്രിവാൻഡ്രം ചർച്ചും കൂടെ ചേർത്ത് നമ്മൾ 200 കലണ്ടർ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് മേടിക്കണം, നിങ്ങളത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വീട്ടിലകത്തത് കിടക്കുന്നത് ഒരു അനുഗ്രഹമാണ്. കയറി വരുന്നവർ അത് കാണട്ടെ. നിങ്ങൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ആ തീം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന, ഈ വർഷം തന്നിരിക്കുന്ന തീം കണ്ട് സന്തോഷിക്കാൻ, ഉത്സാഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഒന്ന് കരമുയർത്തിക്കൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. ലൈവ് ഇവിടെ കട്ട് ചെയ്യുകയാണ്. 31-ാം തീയതി നമുക്കൊരു